ഗുഡ് ഈവനിങ്. PCTA ഭാഗമായിട്ട് നടക്കുന്ന ഉണർവ് പ്രോഗ്രാമിൻ്റെ 13ാമത്തെ സെഷനിൽ നിന്ന് കഴിഞ്ഞ 13 സെഷനുകളിലും സൈക്കോളജിക്കലായിട്ടുള്ള അതുപോലെ ഫിസിക്കൽ ഇങ്ങനെയുള്ള തലങ്ങളിലുള്ള പലതരം സെഷൻസാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ്. നമുക്ക് പറയും സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം അല്ലെങ്കിൽ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം, ഇങ്ങനെയൊക്കെ ഓമനപ്പേരുള്ള മനോഹരമായ ഒരു സൈക്കോളജിക്കൽ ടൂളാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ജോർജ് സാറാണ്. അതിനു മുമ്പ് കോട്ടയത്തിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ബാബു തോമസ് സാറ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതുപോലെ മറ്റ് ജില്ലകളിൽ ഉള്ള പ്രിയപ്പെട്ടവർ ഈ ഒരു വിഷയം കേൾക്കാൻ വേണ്ടി ഉണർവിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള VP ജോർജ് സാറാണ്. ജോർജ് സാറ് ട്രാൻസാക്ഷൻ അനാലിസിസ് വളരെ കാലം മുമ്പ് തന്നെ പഠിച്ചതാണ്. നേവൽ ബേസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ഇങ്ങനെയുള്ള മോട്ടിവേഷണൽ വിഷയങ്ങളിലും കൂടെ സാറ് ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു കൗൺസിലറും കൂടിയാണ്. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ജോർജ് സാറിനെയും. ജോർജ് സാർ, യു ആർ വെൽക്കം. Thank you, Sab sir. Good evening to all my friends. നല്ലൊരു സായാഹ്നം ഈ സമയത്ത് നിങ്ങളോടൊത്ത് ഇവിടെ ഒരുമിച്ച് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് പലവട്ടം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് എന്നെനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. എല്ലാവർക്കും പരിചിതമായ വിഷയവുമാണ്. ഞാനും എൻ്റെ ധാരണയിലുള്ള ആ അറിവുകൾ ഒന്ന് പങ്കുവയ്ക്കാം എന്ന് ആശിച്ച് സാബു സാറിനോട് ചോദിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടിയതാണ്. എനിക്ക് അവസരം തന്ന സാബു സാറിനോട് പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി പറയട്ടെ. നിങ്ങൾക്കറിയുന്ന പോലെ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ എറിക് ബെൺ കാനഡയിൽ മോൺട്രിയലിൽ ജനിച്ചു 1910 മെയ് 10. 1939 അയാളുടെ ജനിച്ചപ്പോഴുള്ള പേര് ലിയോനാർഡ് എറിക് ബേൺസ്റ്റൈൻ എന്നായിരുന്നു. 1939 ഇയാളുടെ സൈക്യാട്രി പഠനമൊക്കെ കഴിഞ്ഞ് US അമേരിക്കയിൽ അയാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി വരുന്ന സമയത്താണ് അയാളുടെ പേര് എറിക് ബേൺ എന്നാക്കി ചുരുക്കുന്നത്. 1950കളിലാണ് എറിക് ബേണിൻ്റെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. അക്കാലത്ത് അതിനു മുൻപുണ്ടായിരുന്ന ഫ്രോയിഡ് അവരുടെ സിദ്ധാന്തങ്ങളോടൊക്കെ വളരെ പൊരുത്തപ്പെട്ടും ഒരുമിച്ചും പോയിക്കൊണ്ടിരുന്ന ഒരു 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 പതിവായിരുന്നു ആ കാലത്ത് എല്ലാവരും. ആധുനിക മനഃശാസ്ത്രജ്ഞൻ്റെ പിതാവ് എന്നാണല്ലോ ഫ്രോയിഡിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് അതിനോട് യോജിച്ച് അതിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് ലെമൺ സൈക്കോളജി എന്നറിയപ്പെടുന്ന ഈ വ്യക്തിബന്ധ അപഗ്രഥനം അതല്ലെങ്കിൽ വിനിമയ അപഗ്രഥനം എന്ന് പറയുന്ന ഈ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചത്. അതിൽ ഏതും മനുഷ്യനും മനുഷ്യലാക്കാവുന്ന വിധത്തിൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഈഗോ സ്റ്റേറ്റ്സ്, പിന്നെ സ്ട്രോക്സ്, ട്രാൻസാക്ഷൻസ്, ലൈഫ് പൊസിഷൻസ്, സ്ക്രിപ്റ്റ് അനാലിസിസ്, ഇങ്ങനെ കുറച്ച് വകഭേദങ്ങളിലൂടെ അത് തരംതിരിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈഗോ സ്റ്റേറ്റ്സിനെ കുറിച്ച്. ഫുൾ സ്ക്രീൻ ആയിരിക്കും. ഓക്കെ. ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതിനെ പറ്റി ആർക്കും സംശയം ഉണ്ടാകാൻ ഈ കൂടുതൽ സാധ്യതയില്ല. എന്തെങ്കിലും ഒന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകും.
ഈ പ്രതികരണം ഒരു പ്രവർത്തനത്തിന് കാരണമാകും. ഈ പ്രതികരണത്തിനും പ്രവർത്തനത്തിനും ആധികാരികമായി പ്രവർത്തിക്കുന്ന ഒരു ആ ഒരു ഫോഴ്സിനെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഘടകമാണ് വ്യക്തിഭാവങ്ങൾ. അത് പല പല സാഹചര്യങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ്. നമുക്ക് കൂടുതൽ അറിയാൻ കാത്തിരിക്കാം. 3 ഭാവങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്: ശിശുഭാവം, പക്വഭാവം, പിതൃഭാവം. ഫെൽറ്റ് കൺസെപ്റ്റാണ് ശിശുഭാവം. തോട്ട് കൺസെപ്റ്റാണ് പക്വഭാവം. ടോട്ട് കൺസെപ്റ്റാണ് പിതൃഭാവം. അതായത് ബാല്യ ശൈശവ കാലത്തുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആ ശിശു അതിനെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ അത് മനസ്സിലാക്കുന്നതിന് അനുസരിച്ച് അതിനർത്ഥം കൊടുത്തു, അതിൻ്റെ മാനങ്ങൾ കൊടുത്തു. ആ വിധത്തിൽ രൂപപ്പെട്ടതാണ് ആ കുട്ടിയിലുണ്ടാകുന്ന ശിശുഭാവം. കുറച്ചുകൂടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു വിവേചിക്കാനും അതിനെ കുറച്ചുകൂടെ അനലൈസ് ചെയ്യാനും ശാസ്ത്രീയമായി വിലയിരുത്താനും ഒക്കെ കഴിയുന്ന ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോരുമ്പോൾ തീർച്ചയായിട്ടും വിലയിരുത്തുന്ന രീതിയാണ് പക്വഭാവം. മൂന്നാമത് പറയുന്ന പിതൃഭാവം അഥവാ പേരൻ്റീഗോ, ബാല്യകാല അനുഭവത്തിൽ ശിശുക്കൾ തന്നെ പേരൻസിൽ നിന്ന്, കെയർ ഗിവേഴ്സിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അതുപോലെ തത്തുല്യരായിരുന്ന എല്ലാ കെയർ ഗീവേഴ്സും, എല്ലാ ബന്ധുമിത്രാദികളും, ആ എല്ലാ സന്ദർശകരും കാര്യമായ പങ്ക് വഹിച്ച് രൂപപ്പെടുത്തിയതാണ് നമ്മളിലുള്ള ഈ വ്യക്തിഭാവം. ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം നമുക്ക് അതിന് ഇന്നയാൾ മാത്രം അതിന് കാരണം എന്ന് പറയാനാവില്ല. അല്ല, കൂട്ടത്തിലൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കുണ്ടാകുന്ന സ്വഭാവ പ്രതികരണങ്ങൾ, പ്രത്യേകതകൾ ജന്മന തന്നെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതാണ്? ഒന്ന് പറയണേ. എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നവരും കൂടിയാണ്. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എനിക്ക് ആവശ്യമുണ്ട്. ജന്മന ലഭിക്കുന്നില്ല സർ. ജന്മന ലഭിക്കുന്നില്ല. വളരെ ശരിയാണ്. താങ്ക് യു പവനമ്മ. അത് ജന്മന ആർക്കും ലഭിക്കുന്നില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെയോ അത് ആർജിച്ചെടുക്കുന്നതാണ്. എല്ലാ ഭയവും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ഭാവങ്ങളുടെ, വികാരങ്ങളുടെ ഒക്കെ തന്നെ ആകത്തുക നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എല്ലാം സാഹചര്യങ്ങളിലൂടെ, നേച്ചറും നർച്ചറും ഉണ്ടെങ്കിലും നർച്ചറാണ് മെയിൻ ഫാക്ടർ. നേച്ചർ വളരെ മിനിമം ഫാക്ടറാണ്. പ്രകൃതിയിൽ എന്തൊക്കെ സാഹചര്യങ്ങളാണ്, എല്ലാം ഇടപെടുന്ന ആളുകൾ, സറൗണ്ടിങ്സ് എല്ലാം എന്തൊക്കെ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, അതെല്ലാം ഈ വ്യക്തിയെ, ഈ കുഞ്ഞിനെ സ്വാധീനിക്കും. അങ്ങനെ രൂപപ്പെട്ടു വരുന്നു 3 ഈഗോ സ്റ്റേറ്റുകളും. എൻ്റെ പേഴ്സണാലിറ്റി എന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിതൃഭാവവും പക്വഭാവവും ശിശുഭാവവും കൂടി സമഞ്ജസ് ഒന്നായി തീർന്നതാണ്. ഇതിനോടൊക്കെ യോജിക്കാൻ പറ്റുമോ ആവോ? ആരെങ്കിലും അഭിപ്രായങ്ങൾ പറയണമേ. യോജിക്കുന്നു സാർ. താങ്ക് യു. ഓക്കെ. 3 distinct model of thinking, feeling and behaving. That's ego states. ശിശുഭാവത്തിൻ്റെ ഘടകങ്ങൾ ഇങ്ങനെയാണ്. ഫ്രീ ചൈൽഡ് അഥവാ നാച്ചുറൽ ചൈൽഡ് എന്ന് പറയുന്നതാണ് ആദ്യം രൂപപ്പെടുന്നത്. പിറന്നു വീഴുന്ന കുഞ്ഞിന് പ്രത്യേകിച്ച്
അതിൻ്റെ നാച്ചുറൽ ചൈൽഡ് എന്ന് പറയുന്ന ആ ഫ്രീ ചൈൽഡ്, അതിൻ്റെ കേവല ശിശു, ആ ഒരു അവസ്ഥയിൽ നിന്ന് അതിന് മറ്റൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല, കയറിയിട്ടില്ല, അത് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ തോന്നുന്ന അപ്പം തന്നെ പ്രകടിപ്പിക്കും. കരയണമെന്ന് തോന്നിയാൽ കരയും, ഇഷ്ടമില്ലാത്തതെല്ലാം കരയും, അസ്വസ്ഥമായതിനെല്ലാം ഇഷ്ടക്കേട് കാണിക്കും. അതുപോലെ തന്നെ ഇഷ്ടമുള്ളത് കണ്ടാൽ അത് ആസ്വദിക്കുന്ന ആ ഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് ദ വെരി ബിഗിനിങ്, ഏതാണ്ട് ഒരു 6 മാസമൊക്കെ 6 മാസത്തിന് മുമ്പേ തന്നെ കുട്ടികൾ നന്നായി പ്രകടമാകും. മാസങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടി ചിരിച്ചു തുടങ്ങുമല്ലോ. അപ്പോൾ തന്നെ അമ്മയെ അറിയും, അമ്മയെ തിരിച്ചറിയും, അമ്മയെ കണ്ട് സന്തോഷിക്കും. അമ്മ എടുക്കുമ്പോഴൊക്കെ ആ ആസ്വാദനത്തോടു കൂടി കുഞ്ഞിൻ്റെ മുഖഭാവം കാണുന്നതൊക്കെ ആ ഫ്രീ ചൈൽഡിൻ്റെ ബഹിർസ്ഫുരണമാണ്. രണ്ടാമത് കുട്ടിയിലെ രൂപപ്പെടുന്നത് ലിറ്റിൽ പ്രൊഫസർ എന്ന് പറയുന്ന ഒരു 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 സൂത്രശാലിയുടെ അനുഭവം. അതിനോടൊപ്പം തന്നെ അത് പ്രത്യേകിച്ച് അതിർവരമ്പുകളൊന്നും പ്രത്യേകിച്ച് കൃത്യമായി നമുക്ക് ഒന്ന് വരച്ച് കാണിക്കാനോ അല്ലെങ്കിൽ മതിൽ കിട്ടും പോലെ ഒരു തിരിവുകളോ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കുട്ടി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ ആ പ്രവൃത്തി പേരൻസ് അത് പാടില്ല, അത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ കുട്ടിക്ക് അനിഷ്ടമായി. എന്താണ് എനിക്കിത് സ്വതന്ത്രമായി ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ചെയ്യുമ്പോൾ എന്നെ എന്തിനു എതിർക്കണം? ഞാനൊരു കുറ്റം ചെയ്തിട്ടായിട്ട് കുറ്റം എന്നറിയില്ലല്ലോ, കുറ്റം ശരിയില്ലല്ലോ കുട്ടിക്ക്. അപ്പോൾ കുട്ടി തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു, അതിനോട് വിയോജിപ്പായിരിക്കാം ഒരു പക്ഷേ കുട്ടി പ്രകടിപ്പിക്കുക. കുട്ടി അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിയെ നിയന്ത്രിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ പേരൻറ്റിന് ഇഷ്ടമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കുഞ്ഞിൻ്റെ സ്വഭാവം മാറണം, കുഞ്ഞിൻ്റെ പ്രതികരണം മാറണം, കുഞ്ഞിനെ ആ ഇതിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കുഞ്ഞ് അന്നേരം തന്നെ എല്ലാ അറിവും കഴിവുള്ളവനായി മാറിയാൽ അത്ര സന്തോഷത്തിലാണ് മാതാപിതാക്കളൊക്കെ. വളരെ വളരെ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ എല്ലാ പേരൻസും ധൃതി കൂട്ടും, വ്യഗ്രത കൂടുതലാണ്. കാരണം എൻ്റെ കുഞ്ഞിന് നല്ല അറിവുണ്ടെന്ന്, നല്ല പക്വതയുണ്ട്, നല്ല നല്ല ആൾ ഇൻ്റലക്ച്വലാണെന്ന് സമൂഹത്തെ മുഴുവൻ അറിയിക്കാൻ കുഞ്ഞങ്ങനെ കാണിച്ചു, കുഞ്ഞിങ്ങനെ ചെയ്തു, ആദ്യമായിട്ട് ചെയ്തതൊക്കെ പ്രത്യേകിച്ച് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയൊക്കെ പേരൻസ് ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ തടുത്ത് നിയന്ത്രിച്ച് ഈ മാറ്റി എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു സംവിധാനത്തെ നമുക്ക് ഈ അഡോപ്റ്റ് ചെയ്യുക, സൊസൈറ്റിയുടെ ആ കൾച്ചറിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നു. അതിനെ കോംപ്ലിയൻറ്റ് ചൈൽഡ് എന്ന് വിശേഷിപ്പിക്കുക. കുട്ടി അങ്ങനെയൊക്കെ എപ്പോഴും ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് കരുതി അവൻ പെരുമാറുമ്പോൾ അവൻ്റെ തനി സ്വഭാവം എന്ന് പറയുക, അവൻ്റെ അതൃപ്തിയോടുകൂടി അവൻ ചിലപ്പോഴൊക്കെ റിബലായി പെരുമാറും. അതിനൊരു ഉദാഹരണം പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരു റിബല്ലസ് ചൈൽഡ്. ഉറങ്ങുന്ന കുട്ടിയെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അത് റെബല്യസ് ആയിരിക്കും. റിബല്ലസ് ആയിരിക്കും. കറക്റ്റാണ് മാം, താങ്ക് യു, വളരെ ശരിയാണ്. അതുപോലെ ഒരു കോംപ്ലിയൻറ്റ് ചൈൽഡ്, അനുസരണയുള്ളൊരു കുട്ടി അനുസരിക്കുക, അല്ലെങ്കിൽ ശരി അമ്മ പറഞ്ഞത് സമ്മതിച്ച് അമ്മ പറയുന്നത് പോലെ ചെയ്യാം, അതനുസരിക്കാം എന്ന് വിചാരിക്കുന്ന പെരുമാറ്റത്തിനും നമുക്ക് ഉദാഹരണം പറയാമല്ലോ. എന്തെങ്കിലും ഒരു കാര്യത്തിന് കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് അത് ഇങ്ങെടുത്തോ, എന്തെങ്കിലും അമ്മയുടെ താല്പര്യം മാനിക്കുന്ന വിധത്തിൽ കുഞ്ഞ് എന്ത് പെരുമാറിയാലും അത് ഒരു കോംപ്ലിയൻറ്റ് ചൈൽഡാണ്. അത് അനുസരണയുള്ള കുട്ടിയുടെ സ്വഭാവം അതുണ്ടാകും. കുട്ടി അപ്പോൾ ചേട്ടനൊരു 5-6 വയസ്സ്, രണ്ടുപേരും കൂടി കളിച്ചു നടക്കുന്ന ഒരു കാലം. ചേട്ടൻ്റെ ചില പെരുമാറ്റ രീതികൾ അനിയനെയും അങ്ങേയറ്റം സ്വാധീനിക്കും. പ്രത്യേകിച്ച് രണ്ടുപേരും തമ്മിൽ മത്സരിക്കാൻ പറ്റുന്നിടത്തൊക്കെ മത്സരബുദ്ധി അവരിൽ ഉണ്ടാകാനാണ് സാധ്യത. ചേട്ടൻ എന്ത് കെടുത്താലും അനിയൻ അത് വേണമെന്ന് പറയും. ചേട്ടൻ എന്ത് കൈകാര്യം ചെയ്യുമ്പോഴും അത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാൻ അനിയനും വ്യഗ്രത കൂടുതലായിരിക്കും.
അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള തർക്കവും ഒക്കെ കൂടും, സ്വാഭാവികമാണ്. ചേട്ടൻ ശിശുവാകുകയും അനിയൻ ശിശുഭാവത്തിൽ നിന്ന് കുറച്ചുകൂടെ മെച്യൂർഡായി പെരുമാറുകയും ചെയ്യാൻ സാധ്യതയുള്ള ചില സന്ദർഭങ്ങൾ ഒരുപക്ഷെ ആ കാലത്തുണ്ടാകാം. അത് കുട്ടികൾ രണ്ടുപേരോടെ കളിക്കാനായിട്ട് മാവിൻ്റെ ചോട്ടിലേക്ക് പോകുമെന്നിരിക്കട്ടെ. മാവിൻ ചോട്ടിൽ പോയി അവിടെ നിന്നൊരു മാമ്പഴം വീഴുവാണെങ്കിൽ ആ സമയത്ത് ചേട്ടൻ പിറകിലായി, അനിയൻ്റെ അടുക്കിലാണ് മാങ്ങ വീഴുന്നത്. അനിയൻ ഓടിച്ചെന്ന് മാങ്ങ എടുത്തു. സാധാരണയിൽ കുട്ടികൾ മാമ്പഴം എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ സാധ്യത? ഒരൊറ്റ കടി അടിക്കും. ആദ്യമേ എടുക്കുമ്പോൾ തന്നെ കടിക്കും. അത് അറിയാതെ തന്നെ സംഭവിക്കുന്ന സ്പോണ്ടേനിയസ് ആക്ഷനാണ്. അതെ, അങ്ങനെ പോകുന്ന നേരത്ത് ചേട്ടൻ പറയും, എടാ ഇപ്പം പോകണ്ട, ഇപ്പം അത് കടിക്കണ്ട, അത് നമുക്ക് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കാം എന്ന് പറയുന്ന ചേട്ടൻ ഏത് ഈഗോ സ്റ്റേറ്റില്ല? അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. അഡൽട്ട് ഈഗോ ആണ്. അഡൽട്ട് ഈഗോയ്ക്ക് തൊട്ട് മുമ്പ് അവൻ ആ ലിറ്റിൽ പ്രൊഫസറാണ് അവിടെ, അല്ലേ? കുറച്ചുകൂടെ ലിറ്റിൽ പ്രൊഫസറും ആണ്, ഒപ്പം അഡൽട്ടും ആണ്. കുട്ടിയുടെ അഡൽട്ടിൽ വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെയുമാണ്. അവന് അവിടെ ഇത് അൺലേൺഡ് നോളജാണ്. വേറെ എങ്ങും പോയി പഠിച്ചില്ല. അവന് യുക്തിയിൽ നിന്ന് പെട്ടെന്ന് തോന്നി അത് 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 കിട്ടുന്നത് അവൻ്റെ അതുവരെയുള്ള ജീവിത പഠനത്തിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ കുട്ടികൾ രണ്ടുപേരും കൂടെ കളിക്കുന്ന നേരത്ത് തർക്കങ്ങൾ പലപ്പോഴും വന്നാലും ചേട്ടൻ വിവേചന ബുദ്ധിയോടുകൂടി അതൊക്കെ കൈകാര്യം ചെയ്യും. പക്വത കാണിക്കുന്ന കൂടുതൽ മെച്യൂർഡായിട്ടുള്ള അല്ലെങ്കിൽ അഡൽട്ട് ഈഗോയുടെ പ്രകടനങ്ങൾ അങ്ങനെയും കാണിക്കും. മുതിർന്നവരും അവരുടെ പ്രവർത്തനങ്ങളും കുട്ടിയുടെ മസ്തിഷ്കത്തിൽ ഫോട്ടോയിൽ എന്ന പോലെ പതിയുന്നു. അതിൻ്റെ പ്രകാശനമാണ് പിതൃഭാവം. ഉള്ളിൽ ഒരു 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 സംഭവം നടക്കുമ്പോൾ കുട്ടിയുടെ അനുഭവങ്ങളുടെ ആലേഖനമാണ്, ആ ഉള്ളിൽ നടക്കുന്ന അനുഭവങ്ങളുടെ ആലേഖനമാണ് യഥാർത്ഥത്തിൽ ശിശുഭാവം. ഉമ്മ വയ്ക്കുമ്പോൾ കുഞ്ഞ് ആ എത്ര നിഷ്കളങ്കമായി അമ്മയെ നോക്കി ചിരിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പ്രകടമാകുന്നത് ഫ്രീ ചൈൽഡിൻ്റെ തനി രൂപം. ഈ ഫ്രീ ചൈൽഡ് അല്ലെങ്കിൽ ഈ ശിശുഭാവം പ്രായമായവരിൽ ഉണ്ടാവുമോ? സർ, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സന്തോഷിക്കുക. അതെ, പെട്ടെന്ന് ദേഷ്യം വരുന്നതും പെട്ടെന്ന് സന്തോഷിക്കുന്നതും ക്ഷിപ്ര കോപികളും ഒക്കെ ശിശുഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശിശുഭാവം ശിശുക്കൾക്ക് മാത്രമല്ല, മനുഷ്യൻ സ്വാഭാവികമായും മരണം വരെ കൂടെ നിൽക്കുന്ന ഈ 3 ഭാവങ്ങൾ, ശിശുഭാവം ഉണ്ടെങ്കിലേ ജീവിതം രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും. ശിശുഭാവം അല്പം പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോയാൽ ജീവിതം മടുത്തുപോയി എന്ന് പറയുന്ന അവസ്ഥയിലാകാം. ശിശുഭാവം മുരടിച്ചു പോയവർക്ക് ജീവിതം ആസ്വദിക്കാനാകില്ല. ഒരു പക്ഷേ അവർ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വളരെ സാധ്യത കൂടുതലുള്ളവരായി കണക്കാക്കുന്നു. കാരണം അവരെ മുന്നോട്ട് നയിക്കാൻ ഒരു പ്രേരണാശക്തിയും ഇല്ല. എപ്പോഴും അരോചകമാണ് ജീവിതം, അസ്വസ്ഥമാണ് ജീവിതം, ആനന്ദകരമായി ഒന്നുമില്ല, ജീവിതം ആസ്വദിക്കാനായിട്ട് ഒന്നുമില്ല. കളിക്കളത്തിലും കിടപ്പറയിലും സന്തോഷം അനുഭവിക്കണമെങ്കിൽ ശിശുഭാവം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് എപ്പോഴും ശിശുഭാവത്തെ ആരോഗ്യകരമായ നിലയിൽ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഒരു മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ ഏതെങ്കിലും ശിശുഭാവമായിട്ട് ബന്ധമുണ്ടോ? മുഴുവൻ ശിശുഭാവത്തിലാണ്.
രാഷ്ട്രീയ നേതാക്കളൊക്കെ ലിറ്റിൽ പ്രൊഫസറാണെന്നാണ് പറയുന്നത്. എന്തെല്ലാം വിദ്യ എപ്പോഴൊക്കെ പ്രയോഗിച്ച് ആരെയൊക്കെ മയക്കിയെടുക്കണമെന്ന് ഇത്രയും അറിയുന്നവർ വേറെ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാ ആടുമാട് മാഞ്ചിയൻ തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാ ടീമും ഈ ലിറ്റിൽ പ്രൊഫസേഴ്സാണ്. കഴിഞ്ഞ ദിവസം AI തട്ടിപ്പുകളെ കുറിച്ച് നമ്മുടെ ഈ വേദിയിൽ ഒരു ക്ലാസ് ഉണ്ടായല്ലോ. അത് മുഴുവൻ നടക്കുന്നതും നോ ഡൗട്ട് ലിറ്റിൽ പ്രൊഫസേഴ്സാണ്. ആരെ എങ്ങനെ കബളിപ്പിക്കാമെന്നുള്ളതിൽ ഇത്രത്തോളം തന്ത്രം പ്രയോഗിക്കാൻ പറ്റിയ ഒരു 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 ഈഗോ സ്റ്റേറ്റ് വേറെ ഉണ്ടോ എന്ന് സംശയം. അതുപോലെ സമൂഹത്തിൽ ഏറ്റവും മാന്യത പുലർത്തി കഴിയുന്നവരും ശിശുഭാവത്തിൻ്റെ ഈ കോംപ്ലിയാൻ ചൈൽഡാണ്. സമൂഹം നിയമങ്ങളെ ആദരിക്കണമെന്ന് കുട്ടി പഠിക്കുന്നത്, സമൂഹത്തിൽ സംസ്കാരം സമൂഹത്തിന് യോജിച്ച വിധത്തിലായിരിക്കണമെന്ന് കുട്ടി മനസ്സിലാക്കുന്നതും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ഈ ശിശുഭാവത്തിൽ നിന്ന് തന്നെയാണ്. കളിക്കളത്തിലെ നിയമങ്ങൾ വീട്ടിൽ അല്ല ഒരിക്കലും കുട്ടി പഠിക്കുന്നത്, കളിക്കളത്തിൽ നിന്ന് തന്നെയാണ്. നിയമങ്ങൾ അനുസരിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്, പക്ഷെ വീട്ടിൽ ഒരിക്കലും നിയമങ്ങൾ എനിക്ക് ബാധകമല്ല. കാരണം അവിടെ സർവ്വസ്വതന്ത്രനാണ്, സർവാധികാരിയാണ് എന്നുള്ളതിൽ കുട്ടി എന്നെ ആരും നിയന്ത്രിക്കാൻ ആകില്ല, ഞാൻ എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ്, ഞാൻ സർവാധികാരിയാണ് എന്ന നിലയിലാണ് കുട്ടി പലപ്പോഴും. അപ്പോൾ കുട്ടിക്ക് അത് പാടില്ല. പരാജയം എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയനാണ് എന്ന് പഠിക്കുന്ന കുട്ടി കളിക്കളത്തിൽ നിന്ന്. ശിശുഭാവത്തിൽ അത് ആർജിക്കണം. ശിശുഭാവത്തിൽ അതൊന്നും കിട്ടിയില്ല എങ്കിൽ വലിയ അപകടത്തിലാവും. പിന്നീട് അവർക്ക് താൻ പോരുമ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നപ്പെടാം. ഓക്കെ, ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞു പോകുന്നില്ല. പക്വഭാവം അറിയാം, പക്വതയുള്ള ഭാവം, മെച്യൂർഡ് അഡൽട്ട് ഈഗോ, കാര്യകാരണ സഹിതം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ഇപ്പോൾ ഈ നിമിഷം ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ ചിന്തിക്കണം, പറയണം, പ്രവർത്തിക്കണം എന്ന് ഇന്നറിലിരുന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആ സൂപ്പർ കമ്പ്യൂട്ടറാണ് അഡൽട്ട് ഈഗോ. അടുത്തത് പിതൃഭാവം. പിതൃഭാവത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. പിതൃഭാവം നമ്മൾ ആദ്യമേ പറഞ്ഞു, അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണമാണ്, അവരുടെ പെരുമാറ്റമാണ്, അവരുടെ ജീവിത രീതികളും സംസാരവും ഒക്കെയാണ് അവരിൽ നിന്നുണ്ടായത്. കണ്ടും കേട്ടും കുട്ടി മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ് കുട്ടിയുടെ പിതൃഭാവം. ആ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക കാര്യങ്ങളിൽ സമാനമായ അവസ്ഥയിൽ അച്ഛൻ എന്ത് ചെയ്തു, അമ്മ എന്ത് ചെയ്തു എന്നുള്ള നിലയിലായിരിക്കും ഇന്നും എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള എന്നെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. ഒരുപക്ഷെ എൻ്റെ അഡൽട്ട് ഈഗോ ഡെവലപ്പ് ചെയ്ത് കൂടുതലുണ്ട് എങ്കിൽ എൻ്റെ പേരൻ്റ് ഈഗോയെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഈ പേരൻ്റ് ഈഗോ ഇവിടെ ഇരുന്ന് പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത്, ഇത് കാണരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ ഈ സമൂഹത്തിൽ ഈ വീട്ടിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ചൈൽഡ് ഈഗോ ഇവിടെ നിന്ന് നിർബന്ധിക്കും, ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ അസ്ഥാനത്തുള്ളതും എന്നെ വെറുതെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതും ഒരു അൺവാണ്ടഡ് ഡിമാൻഡ്സാണ്. കുട്ടിക്കത് സഹിക്കാൻ പറ്റില്ല. ഈ രണ്ട് ബാർഗൈനിങ്ങിൽ നടക്കുമ്പോൾ ഇയാളാണ് ഇതിനകത്ത് മധ്യവർത്തിയായിട്ട് നിന്ന് ഒരു കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കൊണ്ടുവരുന്നത് അഡൽട്ട് ഈഗോ. രണ്ടുപേർക്കും ഭയങ്കര ഡിമാൻഡ്സാണ്. ശിശുഭാവം
ഒരു പ്രായമായ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എന്തും വാങ്ങാം, എത്ര വേണേലും വാങ്ങാം, പൈസ ചെലവഴിക്കണം എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അയാളുടെ തന്നെ ശിശുഭാവം അങ്ങനെ പറയുമ്പോൾ പിതൃഭാവം ഇരുന്നിട്ട് കറക്റ്റ് ചെയ്യും. എന്തായി കാണിക്കുന്നേ? ഇതിനേക്കാൾ മാസം ആദ്യത്തെ ആഴ്ചയായിട്ടുള്ളൂ, ഇനി മാസം ഒടുക്കം വരെ കഴിഞ്ഞ ഉടൻ കുടുംബത്തെ പൈസ വേണ്ടേ? ഇതിങ്ങനെ ചെലവഴിക്കാൻ പറ്റുമോ? കണ്ടതൊക്കെ മേടിക്കാൻ പറ്റുമോ? ഇത് ഈ ഒരു കോൺഫ്ലിക്റ്റ് വളരെ കൂടുതൽ. അതെല്ലാം മാനേജ് ചെയ്യുന്നത് അഡൽട്ട് ഈഗോ. പിതൃഭാവത്തിന് ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഭാഷ നമുക്ക് ലഭിക്കുന്നത് പിതൃഭാവത്തിൻ്റെ ഗുണമാണ്. അതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ, സംസ്കാരത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നടക്കേണ്ടത് ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പിതൃഭാവമാണ്. ജീവിതത്തിലെ മൂല്യങ്ങളെല്ലാം നമ്മളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പിതൃഭാവം. അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട്. ആപൽ സന്ധികളിൽ ശരിയായ തീരുമാനമെടുത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതും നല്ല പിതൃഭാവം ഉള്ളതുകൊണ്ടാണ്. അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, സൂക്ഷിക്കണം, കരുതി നടക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു കറക്ഷൻ, ഇൻറ്റേർണൽ കറക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ് സാധാരണഗതിയിൽ പേരൻസിൻ്റെ കൂടെ അല്ലാതെ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അവർക്ക് അങ്ങനെ ഒരു കെയർ കൊടുക്കാൻ പറ്റിയവരുണ്ടാവില്ല, പ്രത്യേകിച്ച് അനാഥാലയങ്ങളിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ആ ഭാഗങ്ങളൊക്കെ വേണ്ടുവോളം കിട്ടാതെ ശോഷിച്ച ഒരവസ്ഥയിലായിരിക്കും. ജീവിത വിജയത്തിന് അതൊക്കെ തടസ്സവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ അവരുടെ ഈ അഡൾട്ട് ഈഗോ മെച്യൂർഡായി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ ഭാഗികമായ പരിഹാരം കണ്ട് അവർ വളരെ സക്സസ് ആയി പോയി എന്നും വരാം. നമുക്കങ്ങനെ കൃത്യമായി വേർതിരിച്ച് പറയാൻ കഴിയില്ല. സാധ്യതകളാണ്. എന്തായാലും എല്ലാ സ്റ്റഡീസും പറയുന്നുണ്ട്, കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി പേരൻസിന് കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം, അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ മൂല്യങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാക്കൾ തമ്മിൽ സ്നേഹിച്ച് സന്തോഷത്തോടെ പരസ്പരം സഹകരിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും കഴിയുന്ന, ഇത് കുറ്റപ്പെടുത്തലില്ലാതെ വഴക്കിൻ്റെ അന്തരീക്ഷം, വഴക്കിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ ഉപരി വഴക്ക് ഒരു കോലാഹലത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇല്ലാതെ പോകാൻ കഴിയുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. സന്തോഷമായി ജീവിക്കാൻ ഈ ലോകത്ത് സാധ്യതയുണ്ട്. ഇത് നല്ല ലോകം, എത്ര നല്ലത്. ഇവിടെ എനിക്കും ജീവിക്കണം, ഒരു കുടുംബജീവിതം എനിക്ക് നയിക്കണമെന്ന ആഗ്രഹം അവരിൽ ഉണ്ടാകാൻ ഇടവരുത്തുന്നത് പേരൻസിൻ്റെ ഈ ജീവിത രീതി തന്നെയാണ്. പിന്നെ പേരൻ്റ് ഈഗോ അതിനകത്ത് രണ്ട് തരമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നർച്ചറിങ് പേരൻറ്റും മറ്റൊന്ന് ക്രിട്ടിക്കൽ പേരൻ്റ്. പോറ്റുന്ന പിതൃഭാവം അല്ലെങ്കിൽ പഴിക്കുന്ന പിതൃഭാവം, അല്ലെങ്കിൽ കർക്കശ സ്വഭാവമുള്ള പിതൃഭാവം. എന്തായാലും ഹെൽത്തി സ്റ്റൈലിൽ ഈ ഈഗോ സ്റ്റേറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് കുറവോ കൂടുതലോ മോശമോ ചീത്തയോ എന്നൊന്നും പറയാനില്ല. എല്ലാ ഈഗോ സ്റ്റേറ്റ്സിലും എല്ലാ ഈഗോസും ആവശ്യമാണ്. പക്ഷേ വേണ്ട അളവിൽ വേണ്ടുവോളം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ പറയുവാൻ കഴിയൂ. നർച്ചറിങ് പേരൻറ്റിന് ഒരു ഉദാഹരണം പറയാമോ? അമ്മമാര്. അമ്മയും കുഞ്ഞും തമ്മിൽ എപ്പോഴും ഏറ്റവും വലിയ ഉദാഹരണമാണ് നർച്ചറിങ് പേരൻ്റ്. അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്നു, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നോക്കണം. പക്ഷെ ഓവർ നർച്ചറിങ് അത് വലിയ കഷ്ടമാണെന്നാണ് പറയുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, +2 പഠിക്കുന്ന കുട്ടികളുടെ പോലും
അവരുടേതായ ഏറ്റവും സ്വകാര്യതകൾ, കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർ പ്രാപ്തിയില്ലാത്ത വിധത്തിൽ പല പേരൻസും പെരുമാറുന്നു, പരിപാലിക്കുന്നു. അതൊക്കെ അപകടകരമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ആ ഓവർ നർച്ചറിങ് ഹാംഫുള്ളാണ്. താൻ പോരുമയില്ലാത്ത അവസ്ഥയിലേക്ക് വ്യക്തിയെ മാറ്റിക്കളയും, നോ ഡൗട്ട്. അതുപോലെ തന്നെയാണ് ഓവർ ക്രിട്ടിക്കലായാലും. വളരെ കോപാകുലനായി അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ മക്കളൊക്കെ എടാ പാകിസ്ഥാൻ എന്നൊക്കെയായിരിക്കും പറയാ. നേരെ പറയാൻ അച്ഛൻ മന്നടാ ഓടിക്കോ എന്ന് പറയാൻ കഴിയുന്നതിനേക്കാൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചൈനക്കാരൻ എന്ന സ്കൂളിൽ പറഞ്ഞതുപോലെ കോഡായിരിക്കും അവർ ഉപയോഗിക്കുക. കാരണം അത്ര വലിയ ശത്രുവാണ് വരുന്നത്, ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ. ഈ വിധത്തിൽ വളരുന്ന മക്കൾ അങ്ങനെ അവരുടെ സ്വഭാവത്തിൽ പ്രത്യേകതകളോട് കൂടിയായിരിക്കും വരിക. പേരന്റീഗോ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സുപ്പീരിയാരിറ്റി കോംപ്ലക്സാണ് എന്ത് കാര്യത്തിനും. അത് ഈ ക്രിട്ടിക്കൽ പേരന്റിൻ്റെത് പറയാനില്ല. എന്ത് കാര്യത്തിനും അവർ കുറ്റപ്പെടുത്തും. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനകത്തൊരു പോരായ്മ കണ്ടുപിടിക്കാൻ ഇത്ര മിടുക്കുള്ളൊരു വേറെയില്ല. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിരാമൻ ഒരു പാവപ്പെട്ട സാഹചര്യത്തിൽ ജനിച്ചു വളർന്നു. കുഞ്ഞിരാമൻ ഒരു വീട് ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് പഴയ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരു സദ്യയൊക്കെ കൊടുത്ത് എന്ന് ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി എന്തൊന്നില്ലാത്ത മനസ്സിൻ്റെ ആ ആഗ്രഹത്തോടു കൂടി അവരെയൊക്കെ വിളിച്ചു വരുത്തി. അവർ വന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് എങ്ങനെ എന്തായാലും ഒരു രക്ഷപ്പെട്ടു, ഒരു വീട് വെച്ചു, ഒത്തിരി കാലത്തെ ആഗ്രഹമാണ് എന്ന് കുഞ്ഞിരാമൻ പറഞ്ഞപ്പോൾ വന്നു പറയും, എന്നാൽ ഇത്രയും ചെറിയ വീട് വെച്ചാൽ എന്താ ചെയ്യണേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ വലിയ പരിമിതിയാവില്ലേ? പോരാ കുഞ്ഞിരാമ, കുറച്ചുകൂടെ നല്ല വീടാ വേണ്ട. കുഞ്ഞിരാമൻ കുറെ കഴിഞ്ഞ് കഷ്ടപ്പെട്ടു, നല്ല അധ്വാനി. അവന് ഈശ്വരൻ നന്നായി അവസരങ്ങൾ കൊടുത്തു, കുറെ കൂടെ പണം സമ്പാദിച്ചു, വളരെ നല്ല നിലയിലേക്ക് ഉയർന്നു. അക്കാലത്ത് ആ പ്രദേശത്ത് ഏറ്റവും നല്ലൊരു കെട്ടിടം പണിത്, 3,000-4,000 അടി സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം വളരെ മനോഹരമാക്കി പണിതു. 36 കൂട്ടം സദ്യ, 36 വിഭവങ്ങളുള്ള ഒരു സദ്യ ആണ് അവിടുത്തെ ഏറ്റവും വലിയ സദ്യക്കാരൻ അറേഞ്ച് ചെയ്യുന്നത്, കാറ്ററിംഗുകാരൻ. ആ കമ്പനിക്കാരനെ വിളിച്ച് സദ്യ നടത്തി. സദ്യയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ചോദിച്ചു, പഴയ കൂട്ടുകാർ വീണ്ടും വന്നു, പ്രായമൊക്കെ ആയെങ്കിലും. അന്ന് കൂട്ടുകാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സദ്യ? ഇപ്പോൾ ഒരാൾ പറഞ്ഞു, സദ്യ ഗംഭീരമായിരുന്നു കുഞ്ഞിരാമ, പക്ഷെ എന്നാൽ ആ നിരയിലൊക്കെ വിളമ്പിയ പഴം മിക്കവാറും ഒക്കെ വളർന്നതായിരുന്നു. മറ്റേയാൾ അപ്പോൾ എന്താ ചെയ്യണം? കുഞ്ഞിരാമൻ വിഷമത്തോടു കൂടി മറ്റേയാളോട് ചോദിച്ചു, അല്ല വീടൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, വീട് പണി ഗംഭീരമായി, പക്ഷെ ഇത് പൊളിക്കാൻ എന്തൊരു പാടായിരിക്കും. ഇതൊന്ന് പൊളിക്കണമെങ്കിൽ എന്തൊരു പാടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ദോഷൈക ദൃക്കുകൾ കാണുന്നതൊക്കെ. എന്തെങ്കിലും ബാക്കി നന്മ കാണാൻ അവർക്ക് കഴിയില്ല. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഈ പേരന്റ് ഈഗോ കൂടിക്കഴിഞ്ഞാൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൂടും. ചൈൽഡ് ഈഗോ വല്ലാതായി കഴിഞ്ഞാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടും. പിന്നെ ഒരു കാര്യത്തിനും ഒരു താല്പര്യമില്ലാത്ത, വളരെ ഒതുങ്ങി ഞെരുങ്ങി ഉൾവലിഞ്ഞ് ഒരു വേദിയോ അല്ല മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധവും പുലർത്താൻ കഴിയാത്ത വിധത്തിൽ ഏറ്റവും ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും. അത് വളരെ ദയനീയമാണ്, അറിയാമല്ലോ, നമുക്കും വിലയിരുത്താവുന്നതാണ്. ഇതൊക്കെ ഹെൽത്തി സ്റ്റൈലിലേക്ക് വരാൻ ഒരുവിധം ബാലൻസ്ഡ് ആയിരിക്കുക, ഏറ്റവും യോജ്യം എന്ന് തോന്നുന്ന വിധത്തിലേക്ക്. പിന്നെ
ഇത് കണ്ടാമിനേഷൻ. പക്വഭാവത്തിലേക്ക് ശിശുഭാവം അങ്ങ് കയറിയിരിക്കുക. അതിനെ അങ്ങ് എന്താ ചന്ദ്രഗ്രഹണം പോലെ അല്ലെങ്കിൽ സൂര്യഗ്രഹണം പോലെ ഇതങ്ങ് കയറി മൂടിക്കഴിഞ്ഞാൽ പിന്നെ പക്വഭാവത്തിൻ്റെ പ്രവർത്തനം ലഘൂകരിക്കപ്പെടും. ഏറ്റവും അങ്ങ് ഞെരുങ്ങുക. ഇത് ഡബിൾ കണ്ടാമിനേഷനാണ്. പേരൻ്റ് ഈഗോയും കയറി ഞെക്കി, ചൈൽഡ് ഈഗോയും കയറി ഞെക്കി. ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ പരിതാപകരമെന്നല്ല, പരമദയനീയം. പക്വത അത്രയില്ല, പരമദയനീയം. പിതൃഭാവം ഒരു ഗുണവും ഇല്ല. എല്ലാ സന്മാർഗ അല്ലെങ്കിൽ മൂല്യബോധങ്ങൾ ഒരു നിലയും വിലയും കാത്തു സൂക്ഷിക്കുന്ന ആ ഒരവസ്ഥയും ഇല്ല. അത്ര ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ്. രണ്ടും അപകടകരവും അനാരോഗ്യകരവും ഒട്ടും ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തതുമായ ഒരു സ്ഥിതിവിശേഷമാണ്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അനുഭവങ്ങളുണ്ടോ? പുലയനാൻ സാർ, ഇങ്ങനെയുള്ള കേസുകൾ വല്ലതുമൊക്കെ സാറിൻ്റെ അടുക്ക് എത്താറുണ്ടോ? ഒരു കേസ് ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണ്. കല്യാണം കഴിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വരുമ്പോ ചൈൽഡ് ഭാവം കയറി വരും. ഞാനിതെങ്ങനെ കൊണ്ടു നടക്കും? അവിടെ ഇട്ട് കുറെ ഉരുട്ടി, അത് വേണ്ട ഓട്ടെ. കുറച്ച് കഴിയുമ്പോ വീണ്ടും ഒരെണ്ണം വരും. അതിലാ പാരന്റ് അങ്ങ് ഇടിച്ച് കയറിയിട്ട്, ഓ നിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ലടാ ഇത്, കല്യാണം കഴിക്കാനുള്ള യോഗമില്ല, 40 വയസ്സ് വരും. അതാണ് സാർ എനിക്ക് കിട്ടിയ ഒരനുഭവം. രണ്ട് സൈഡിൽ നിന്നുമുള്ള തള്ളു കാരണം ഈ അഡൽട്ട് എന്ന സാധനത്തിന് ഓപ്പൺ ചെയ്യാൻ ഒരു വഴിയുണ്ടായിരുന്നില്ല. ഇങ്ങനെ അനുഭവിക്കുന്ന പലരും ഉണ്ട്. മാരേജ് മാത്രമല്ല, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ ആ വീട് കെട്ട്, ചിലരൊക്കെ ആലോചിക്കുക നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടിയാലോ. അപ്പോ പണത്തിന്റെ കാര്യം പറയും, അയ്യോ അത്ര എടുക്കാനില്ല. തിരിച്ച് മറ്റൊരു പാരന്റിന്റെ ഇവിടെ വല്ലാതെ കയറി വരുമ്പോ അങ്ങനെ കുറച്ച് ചെയ്യാനും പാടില്ല. ചുരുക്കത്തിൽ അയാൾക്ക് വീടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കണ്ടാമിനേഷനിൽ കയറി വരുന്നവരെ താഴ്ത്തി വിട്ടുകൊണ്ട് അഡൽട്ടിനെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ സാഹചര്യം കിട്ടിയില്ലെങ്കിൽ ആ അഡൽട്ട് വെറുതെയാണ് സർ. അഡൽട്ട് പ്രായത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ അതെ, പ്രായത്തിൽ മാത്രം. അതുപോലെ ശിശുഭാവം, ചില അധ്യാപകർ പഠിപ്പിക്കാൻ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ചോക്ക് ഇങ്ങനെ ഇട്ട് കയ്യിൽ, നല്ല അധ്യാപകനാണ് കേട്ടോ, നല്ല അധ്യാപകൻ, ചോക്ക് കയ്യിലിട്ട് ഇങ്ങനെ അമ്മാനമാടുന്ന ഇങ്ങനത് സാറുമാരെ ഓർക്കുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ കാണിക്കും. അതുപോലെ വലിയ ബുദ്ധിജീവികൾ, ഉന്നത പദവിയിലിരിക്കുന്ന വലിയ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അയാൾ വർത്തമാനം പറയുമ്പോൾ നഖം കാണാനില്ല, അത്രമാത്രം തേഞ്ഞുറഞ്ഞിട്ടുണ്ടാവും, പിന്നെയും കടിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എവിടെന്നാ വരുന്നത്? ഇതൊക്കെ ഏതില്ലെന്ന് വിലയിരുത്തുന്ന ഏതാണെന്ന് കൂട്ടാം. എല്ലാം ശിശുഭാവത്തിൻ്റെതാണ്, എല്ലാം ശിശുഭാവത്തിൻ്റെതാണ്. അതുപോലെ 8 അടി നീളമുള്ള ഒരു മൂർഖൻ പാമ്പിനെ തല്ലിക്കൊന്ന് ഒരു സ്ത്രീ, നല്ല ധൈര്യമാണല്ലോ. പക്ഷെ ഒരു അട്ട ഇഴഞ്ഞു പോണാണ്ട് അയ്യോ ഓടി വീട്ടിനകത്ത് കയറും. കാരണം പണ്ട് വളരെ 3 വയസ്സിലോ മറ്റോ, അല്ലെങ്കിൽ വളരെ ഇളം പ്രായത്തിൽ തൊട്ടി കിടക്കുമ്പോൾ ഒരട്ട കുട്ടിയെ ആട്ടുന്ന തൊട്ടിലിൽ കൂടെ കയറി വന്നത് കണ്ട് പേടിച്ചതാണെന്നാണ് അമ്മ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും പരമദയനീയ അവസ്ഥ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ജീവിതത്തിൽ. എല്ലാം തികഞ്ഞവരാണ് എല്ലാവരും എന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്ത് എറിക് ബേൺ പറഞ്ഞത് മനസ്സിലാക്കിയാൽ നമുക്കും കുറച്ചുകൂടെയൊക്കെ ഒരു അഡൽട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണല്ലോ കഴിയുന്നത്. വായിച്ചറിയാം, കേട്ടറിയാം, കണ്ടറിയാം, അനുഭവിച്ചറിയാം. പേരൻ്റ് കണ്ടാമിനേഷൻ, ചൈൽഡ് കണ്ടാമിനേഷൻ,
സ്റ്റണ്ടഡ്നെസ്, മുരടിച്ചു പോയിരിക്കുന്നു. പിതൃഭാവം മുരടിച്ചു പോയ അവസ്ഥയാ ഇപ്പോൾ കാണുന്നത്. പിതൃഭാവം മുരടിച്ചു പോയി എന്ന് പറഞ്ഞാൽ തനി ഭ്രാന്തൻ എന്നർത്ഥം. ഏറെക്കുറെ അല്ല, പിതൃഭാവമല്ല, പക്വഭാവം മുരടിച്ചവനാണ് തനി ഭ്രാന്തന്റെ അവസ്ഥ. പിതൃഭാവം മുരടിച്ചവൻ ഏറ്റവും വലിയ ക്രിമിനലായിരിക്കും എന്നാ പറയുന്നത്. ക്രിമിനൽസിന്റെ ഒക്കെ സ്വഭാവത്തിൽ അവർക്ക് ഒരു ദൈവവും ഒരു മൂല്യബോധവും അവരിൽ ഒരിക്കൽ പോലും ഒരു അണുവിട പോലും അവരെ സ്വാധീനിക്കില്ല. അങ്ങനെ ഒരു ബോധം അവരുടെ ഉള്ളിലില്ല. എന്തും ചെയ്യാൻ ഒട്ടും പഠിക്കേണ്ടതില്ല. എന്തിനു മനസാക്ഷി കുത്ത്, അതൊന്നും ഈ പിതൃഭാവം മുരടിച്ചു പോയവർക്കുണ്ടാവില്ല. അതുപോലെ പക്വഭാവം മുരടിച്ചു പോയാൽ ഞാൻ പറഞ്ഞല്ലോ, തനി ഭ്രാന്തിന്റെ അവസ്ഥയാണ്. എന്ത് ചെയ്യണം, ഏത് നേരത്തെ എങ്ങനെ വേണം എന്നൊന്നും മനസ്സിലാക്കാൻ, വിലയിരുത്താൻ കഴിയാത്ത ദയനീയമായ ഒരു മാംസരൂപമാണ്. ശിശുഭാവം അത് മുരടിച്ചു പോയാൽ ജീവിതം പിന്നെ ഒട്ടും ആസ്വദിക്കാൻ കഴിയില്ല. കണക്ക് പറഞ്ഞാൽ ഒരു ദിവസം കൂടി ഇനി ജീവിക്കുക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലാകും. ജീവിതത്തിൽ ആസ്വദിക്കാൻ ആശകൾ അല്ലെ പ്രതീക്ഷകളുടെ ഒരു കിരണം പോലും, ടണലിന് അറ്റത്ത് കാണുന്ന നേരിയ വെളിച്ചം എന്ന് പറയുന്ന ആ സൂചന പോലും ഇല്ലാതെ എന്തിനാ ജീവിക്കുന്നത്, എത്രത്തോളം കഴിയും ഇനിയും ഇങ്ങനെ തള്ളി നീക്കാൻ, നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന വളരെ വളരെ ഈ മൂന്നവസ്ഥയും പരിതാപകരമല്ല, പരമദയനീയമല്ല, അതിനേക്കാൾ അപ്പുറത്തൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കേണ്ട സ്ഥിതിവിശേഷമാണ്. ജോർജ് സാറെ, അതുകൊണ്ടാ പറയുന്നത് ഈ കുട്ടികളെ പൂമ്പാറ്റകളെ പോലെ പറക്കാൻ അനുവദിക്കുകയും അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പാരന്റ് ഉണ്ടാവുകയും ചെയ്യുക. അപ്പൊ പാരന്റിന്റെ പ്രൊട്ടക്ഷൻ കുട്ടിയിലേക്ക് കയറുമ്പോൾ അവർ രണ്ടുപേരും ഉന്നതിയിലേക്ക് വന്ന് അതില് അഡൽട്ട് കറക്റ്റ് ആവും. ഈ സത്യമാണ് സാറേ, പാരന്റ് സത്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വാസ്തവത്തിൽ അതൊക്കെ നിയന്ത്രിക്കുന്നവർ ഇനിയും അവിടം വരെ വളർന്നില്ല എന്നുള്ളതൊരു വലിയ ശാപം, കഷ്ടമാണ്. വാസ്തവത്തിൽ ഏറ്റവും ശിശുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളവരായിരിക്കുകയും ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്ത് അവരെ നിയമിക്കുകയും ചെയ്യേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഭാവിക്ക്, വരും തലമുറയുടെ വളർച്ചയ്ക്ക് ശോഭനമായ ഒരു ലോകത്തിന് ആവശ്യമാണ്. പക്ഷേ അതൊന്നും നോക്കാറില്ല. ആർക്കും വേണ്ടാത്ത ഒരു പണിയാണ് പലപ്പോഴും അവരെ നോക്കാൻ വരുന്നവർ. എന്ത് ദയനീയമാണ് ഇല്ലേ? എന്തോ സാറ് പറയാൻ വന്നല്ലോ സുരേന്ദ്രൻ സാർ. സെക്കൻഡ് പാരന്റ് ആയിട്ട് നമ്മൾ അവരെ വിലമതിക്കണം. ടീച്ചേഴ്സ് കറക്റ്റാണ്. ഈ മാതാപിതാ ഗുരുവിനെ ലാസ്റ്റ് വേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ അതെ. സെക്കൻഡ് മദറായിട്ട് വരുമ്പോ വാസ്തവത്തിൽ അമ്മയേക്കാൾ കൂടുതൽ സമയം മക്കളുടെ അടുത്ത് ടീച്ചറാണ്. അവരുടെ വായിലൂടെയാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ ചിലപ്പോൾ ഒരു തെറ്റ് പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ വന്ന് വായിക്കുമ്പോൾ അമ്മ പറയും, അയ്യോ മോളെ അത് ഇങ്ങനെയല്ല അങ്ങനെ. ഒരു സമ്മതിക്കില്ല, കാരണം എന്റെ ടീച്ചർ എനിക്ക് അതാ പറഞ്ഞു തന്നിരിക്കുന്നത്. അമ്മ വീട്ടിൽ വഴക്കുണ്ടാക്കും. ടീച്ചർ എല്ലാമാണ്. ടീച്ചർ ഒരു കുട്ടിയെ അല്പം നിഗ്രഹിക്കുന്ന വിധത്തിൽ അല്പം ഡിസ്കൗണ്ട് ചെയ്തു പോയാൽ കുഞ്ഞിന്റെ മനസ്സിലേക്കുന്ന ആ മുറിവ് ചിതയിൽ ചെന്നാലും തീരും എന്ന് കരുതാനാവില്ല. അത്രമാത്രം മാരകമാണ്, അത്രമാത്രം ആഴത്തിൽ പതിയുന്ന വേദനയല്ല, എന്താ പറയാ, ഏത് വാക്ക ഉപയോഗിക്കുക, മാരകമായ മുറിവുണ്ടാക്കും. അതൊരിക്കലും മറക്കില്ല, കുഴിയിൽ ചെന്നാലും മറക്കില്ല എന്ന് പറയുന്ന സത്യങ്ങൾ ചിലത് അതാണ്. അതുപോലെ തന്നെ അതോർത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ മനസ്സിൽ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ ഇത് ഈ അധ്യാപകർക്കും പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്?
അവരുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതാനേ പറ്റൂ. അതുകൊണ്ട് പറയാതെ വയ്യ. അടുത്തൊന്നൂടെ ഞാൻ പറയട്ടെ, പ്രൊജക്ഷൻ. ഇതാ ഇവിടെ പിതൃഭാവം വല്ലാതെ അങ്ങനെ ചീർത്തിരിക്കുക, ഒട്ടും ഹെൽത്തി അല്ല. ഇവരെയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, എന്ത് കണ്ടാലും വഴക്ക്. ക്രിട്ടിക്കൽ പേരൻ്റാ, അതങ്ങ് പ്രൊജക്റ്റ് ചെയ്ത എന്ത് കണ്ടാലും വഴക്ക്. നർച്ചറിങ് പേരൻ്റ് കൂടി കഴിഞ്ഞാലോ, എൻ്റെ മോനെ എത്ര പ്രായമായാലും ഈ പിള്ള ചെയ്താൽ ശരിയാവില്ല. പിള്ളയും വളർന്നു വലുതായിട്ടുണ്ടാകും. പക്ഷേ 80-90 പേരൻസ് ഇപ്പോഴും പറയും, എൻ്റെ മോനാണ് ചെയ്താൽ ശരിയാവില്ല. അത് പിള്ള തന്നെയാണല്ലോ, ഇപ്പോഴും പിള്ളയാ. അവരിപ്പോഴും ആ കെയർ കൂടും. ഈ ഓവർ നർച്ചറിങ് പേരൻ്റ് ആയാലും ക്രിട്ടിക്കൽ പേരൻ്റ് ആയാലും ഓവറായി കഴിഞ്ഞാൽ ഈ പ്രൊജക്ഷൻ എത്രമാത്രം ഒരു ആ റേഷ്യോ കണ്ടാൽ നമുക്കറിയാലോ എത്രമാത്രം മോശമായ ഒരവസ്ഥയാണ്. പിതൃഭാവത്തിൽ പ്രൊജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ചില സയൻറ്റിസ്റ്റുകളൊക്കെ അങ്ങനെയാണെന്നാ പറയണത്. ഈ മത്തങ്ങയൊക്കെയാ, ചില ആളുകൾ പറയും മുട്ടയാ കക്ഷത്തിൽ വെച്ചേക്കണത്, ചിലർ പറയും മത്തങ്ങയാടാ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇങ്ങനെ അവർ ഉരുണ്ട് പോകും പോലെയൊക്കെ തോന്നും. അങ്ങനെ ഈഗോ സ്റ്റേറ്റ്സ് എങ്ങനെ പറയാം? അല്ല, അത് കണ്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ് പലപ്പോഴും. അതുപോലെ ശിശുഭാവം ഇതങ്ങ് വീർത്താൽ ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെയായി പെരുമാറുന്നത് എന്താ എന്ന് നമുക്ക് തോന്നില്ല. ഇതുവരെ കുട്ടിത്തം മാറിയിട്ടില്ല. റോഹിത് സാറേ, ഇത് ശരിയാണോ? ഇങ്ങനെയൊക്കെ വല്ലതും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? സാറൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടോണ്ടിരിക്കുക, സാറ് പറയുന്നതൊക്കെ ശരി തന്നെ. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സർ. സാമ്പിൾസും ഒക്കെ സാറ് നന്നത്തെ കണ്ടുപിടിച്ച് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോ വ്യക്തിഭാവങ്ങളെല്ലാം ഏറെക്കുറെ ഒരു യൂണിഫോം സ്റ്റൈലില് എന്ന് കരുതി ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോഴുള്ള എൻ്റെ വ്യക്തിഭാവമല്ല എൻ്റെ വീട്ടിലേത്. എൻ്റെ വീട്ടിലെ എൻ്റെ വ്യക്തിഭാവമല്ല ഞാൻ സൊസൈറ്റിയിലും മറ്റൊരിടത്ത് ഇടപെടുമ്പോൾ. ഏറ്റവും സന്ദർഭോചിതം, സാഹചര്യത്തിനനുസരിച്ച്, വിഷയത്തിൻ്റെ ഗൗരവമനുസരിച്ച് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലേക്ക് ഒരു ഹെൽത്തി സ്റ്റൈൽ ഈഗോ സ്റ്റേറ്റ്സ് കീപ്പ് ചെയ്യണം. വിക്ടർ ഹ്യൂഗ എന്ന് പറയുന്ന ഒരാള് ഈഗോഗ്രാം എന്ന് അതോടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതി. ഈഗോഗ്രാം ഉണ്ട്. എത്ര പേരന്റ് ഈഗോ എത്ര വേണം? 5ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2 പേരന്റ് ഈഗോ, ക്രിട്ടിക്കൽ പേരന്റ് എത്ര, അല്ലെ കൺട്രോളിങ് പേരന്റ് എത്ര, നർച്ചറിങ് പേരന്റ്. മറ്റൊന്ന് അഡൽട്ട് ഈഗോ, അഡോപ്റ്റഡ് ചൈൽഡ് ആൻഡ് നാച്ചുറൽ ചൈൽഡ്. അഡോപ്റ്റഡ് ചൈൽഡിലാണ് റിബലസ് ചൈൽഡും കോംപ്ലിയൻ ചൈൽഡും പെടുന്നത്. ശിശുഭാവത്തിൻ്റെ 2 ഭാഗങ്ങൾ, അഡോപ്റ്റഡ് ചൈൽഡും നാച്ചുറൽ ചൈൽഡും, പക്വഭാവവും പേരന്റ് ഈഗോയുടെ 2 ഭാവവും, കൺട്രോളിങ് പേരന്റും നർച്ചറിങ് പേരന്റും. 5 ഈഗോ സ്റ്റേറ്റ്സ് വെച്ചിട്ട് ഒരു ഗ്രാഫ്, ഈഗോഗ്രാം അതുകൊണ്ട് അത് വരച്ച് നമുക്ക് നമ്മളെ വിലയിരുത്താം. അതിലുപരി ഇവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സിന് അതൊരു വലിയ ടൂളാണ്. വരുന്ന പേഷ്യൻറ്റിനോട് ഒന്ന് വരച്ച് ഒന്ന് നോക്കിക്കേ, നമ്മൾ അവിടെ ഉപയോഗിച്ച വാക്കുകൾ, നമ്മൾ അവിടെ പെരുമാറിയ രീതികൾ, ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ കൂടെയുള്ളവർ നമ്മളെ ഇടപെട്ട ചില കാര്യങ്ങളുടെ വിജയവും പരാജയവും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി ഈ ഈഗോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും, ഒത്തിരി ചിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഒത്തിരി സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എറിക് ബേണിന്റെ ഈ സിദ്ധാന്തം വളരെ ഉപകാരപ്രദമായ വിധത്തിൽ എത്ര സാധാരണക്കാരനും ഉൾക്കൊള്ളാവുന്നതും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമാണ്. എല്ലാവരും കൂടുതൽ അറിയണം, കൂടുതൽ വിലയിരുത്തണം.
ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ. മാനവരാശിക്ക് മുഴുവൻ എന്നും ആ വലിയ മനുഷ്യനെ സ്മരിക്കുവാനും നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളോട് ഇടപെടുന്ന വ്യക്തി ബന്ധങ്ങളെ ഏറ്റവും സുന്ദരമായി സൂക്ഷിക്കാനും ഒരു നല്ല കുടുംബ ജീവിതം നയിക്കാനും ട്രാൻസാക്ഷൻ അനാലിസിസ് അഥവാ വ്യക്തിബന്ധ അപഗ്രഥനം എന്ന ഈ ശാസ്ത്രം ഉപകാരപ്രദമാണ്. യാതൊരു സംശയവുമില്ല. അതിനെല്ലാവർക്കും, കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോർജ് സാർ. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ 5 പോയിന്റുകളിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മനോഹരമായ വളരെ സിമ്പിളായിട്ടുള്ള ടൂളാണ്. സാർ പറഞ്ഞൊരു പിതൃഭാവം അല്ലെങ്കിൽ പേരൻ്റൽ നേച്ചറിൽ 2 തരത്തിലുണ്ട്, CP ആൻഡ് NP, കൺട്രോളിങ് പാരൻറ്റും നർച്ചറിങ് പാരൻറ്റും. ഈ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പേഴ്സണാലിറ്റി സ്കോറാണ്. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു പാർട്ടാണ് CP NP. പിന്നെ നമ്മൾ അഡൽട്ട് എന്ന് പറഞ്ഞൊരു സ്കോറിനെ കുറിച്ച് പറഞ്ഞു. അഡൽട്ട് അത് തീർച്ചയായിട്ടും നമുക്ക് പക്വത, അല്ലേ, ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ഒക്കെ ഉള്ള ഒരു വിശേഷം. നമ്മൾ ആരോടൊക്കെയാണോ പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ സംശയം ചോദിക്കുന്നത്, ഇവരെല്ലാവരും മിക്കവാറും നമ്മളെ സംബന്ധിച്ചോളം പക്വമായ അഡൽട്ട് നേച്ചറുള്ളവരായിരിക്കും. അങ്ങനെ അല്ലാത്തവരുടെ അടുത്തൊന്നും നമ്മൾ പോയി ചോദിക്കത്തില്ല. കാരണം അവർ പേരൻ്റൽ നേച്ചറിലോട് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ തലത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ആൻസർ കിട്ടത്തില്ല. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ കുട്ടികളുടെ ശിശുപാലനം, അവിടെയും 2 ബൈഫർക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന് അഡാപ്റ്റഡ് ചൈൽഡാണ്. അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ പേഴ്സണാലിറ്റി സ്കോറാണ്. നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്കോറാണ് AC എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നാച്ചുറൽ ചൈൽഡ്, അത് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ്, നമ്മളുടെ നൈസർഗികമായ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റി ഇത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ടൂളില്ല. വേറെ ഏത് ടൂൾ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഇനിയാഗ്രാം എന്ന് പറഞ്ഞ ടൂൾ കേട്ടിട്ടുണ്ട്. 9 തരം പേഴ്സണാലിറ്റിയിലൂടെ ഇറങ്ങുന്നത്. ഇനി അതാ മേയേഴ്സ് ആൻഡ് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ 16 തരത്തിലുള്ള പേഴ്സണാലിറ്റി റോളിൽ കൂടെ പോകും. ഇത് വെറും 3 പേരുകൾ കൊണ്ട്, അല്ലേ, CP അല്ലെങ്കിൽ അഡൽട്ട്, ചൈൽഡ്, പേരൻ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലോജിക്കോട് കൂടി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ടൂൾ. ഇതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അതനുസരിച്ച് നമ്മുടെ ഈഗോ സ്റ്റേറ്റ് മാറ്റാനൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം വളരെ മനോഹരമായിട്ട് ജോർജ് സാറ് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉദാഹരണങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഒരാൾ CPയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അഡൽട്ടിൽ നിൽക്കുമ്പോൾ, ഒരാൾ പേരൻ്റിൽ നിൽക്കുമ്പോൾ, ചൈൽഡിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപഭാവങ്ങൾ പറഞ്ഞു. നമ്മൾ പറയുന്നത് ചൈൽഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ മോഷണം എന്ന് പറയുന്നത് ചൈൽഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. അത് നമ്മുടെ എല്ലാവരിലുള്ള ത്രിമൂർത്തികളാണ് ഇവർ. ഏത് മൂർത്തിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പേരൻ്റിലാവും, ചിലപ്പോൾ അഡൽട്ടിലാവും, ചിലപ്പോൾ ചൈൽഡിലാവും. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലത്തെ സാഹചര്യങ്ങളനുസരിച്ച് ഒന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ജീവിതം അത്രയ്ക്ക് സുഖകരമാകും. ഒന്നുമില്ലെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുന്ന കോലാഹലങ്ങൾ കണ്ട് ചിരിക്കാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളത് ഉറപ്പാണ്. അത്ര രസകരമായ ടൂളാണ്. വളരെ മനോഹരമായി സാർ അത് പറഞ്ഞു. സോ PCTയുടെ ഭാഗമായിട്ട് കോട്ടയം യൂണിറ്റിൻ്റെ ഉണർവിൻ്റെ 13ാമത്തെ സെഷനാണ്. അപ്പോൾ ഔദ്യോഗികമായി ജോർജ് സാറിന് നന്ദി പറയാൻ കോട്ടയത്തിൻ്റെ പ്രസിഡന്റ് ബാബു തോമസ് സാറുണ്ട്. സാറിനെ ഞാൻ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കാനഡയിൽ ജനിച്ച അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എറിക് ബേൾ. 1960-70 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷണൽ അനാലിസിസ് അല്ലെങ്കിൽ വിനിമയ അപഗ്രഥനം എന്ന ഈ മനഃശാസ്ത്ര ശാഖ മനഃശാസ്ത്ര രംഗത്ത് ഒത്തിരി വിപ്ലവങ്ങളുണ്ടാക്കി. ഏറെ പ്രയോജനപ്രദമായ ഒരു വിജ്ഞാന ശാഖയാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ സൈക്കോളജി ഗ്രന്ഥങ്ങളിലും പഠന ശാഖയിലുമൊക്കെ TA ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
B.Ed വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാനുള്ള സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിൽ ഈ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാളുടെ ചിന്ത, വികാരം, പെരുമാറ്റം എന്നിവയെ ഒത്തിരി സ്വാധീനിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ മാനസിക നിലകളാണ് ഈഗോ സ്റ്റേറ്റ്. ഈഗോ സ്റ്റേറ്റ് നമ്മളുടെ സംസാര രീതി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല, ആ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തി നമ്മളുടെ മാനുഷിക ബന്ധങ്ങൾ ഉയർത്തുന്നതിൽ സഹായിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാ നിലകളിലും നമ്മൾ കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. ഈ മാനസിക നിലകൾ എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടതാണ്. 3 അവസ്ഥകളിലും എല്ലാവരിലും വേണം. പക്ഷേ അത് സമതുലിതാവസ്ഥയിൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ മീനിങ് ഫുള്ളായ അല്ലെങ്കിൽ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മാനസിക നിലകളെക്കുറിച്ച്, വിനിമയ അപഗ്രഥനത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ക്ലാസ് നയിച്ചത് എറണാകുളം ജില്ലയിലെ ശ്രീ ജോർജ് VP സാറാണ്. സാറ് ഈ പ്ലാറ്റ്ഫോമിന്, പ്രത്യേകിച്ച് PCTA കോട്ടയത്തിൻ്റെ ഈ പ്ലാറ്റ്ഫോമിന് അപരിചിതനായ വ്യക്തിയല്ല. നമ്മുടെ ഓരോ ക്ലാസ്സിലും സാറ് കടന്നു വരികയും അതുപോലെ ഡിസ്കഷൻ സെക്ഷനിൽ സാറിൻ്റെ ആശയങ്ങൾ പറയുകയും ചെയ്യാറുണ്ട്. കോട്ടയത്തിൻ്റെ തന്നെ ഒരു കുടുംബാംഗം എന്ന് പറയാം. നമ്മുടെ അഭുദയകാംക്ഷിയാണ്. വളരെ ഇഫക്റ്റീവായ രീതിയിൽ സാർ ഈ ക്ലാസ് കൈകാര്യം ചെയ്തു. എല്ലാ അഭിനന്ദനങ്ങളും സാറിന് നേരുന്നതോടൊപ്പം കോട്ടയത്തിൻ്റെതായ എല്ലാ കൃതജ്ഞതയും സാറിനെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത നമ്മുടെ സ്റ്റേറ്റ് മെമ്പേഴ്സ്, കോട്ടയം ജില്ലയിലെ ഭാരവാഹികൾ, മെമ്പേഴ്സ്, മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പൻസ്, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എത്ര തന്നെ പറഞ്ഞാലും തീരുന്നതല്ല. എല്ലാവർക്കും ഊഷ്മളമായ നന്ദി അറിയിക്കുകയാണ്. നന്ദി അറിയിക്കേണ്ട മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. കോട്ടയത്തിൻ്റെ ഭാഗം കൂടിയായ ശ്രീ സാബു കേരളം. നമുക്കറിയാം, നമുക്കൊക്കെ നല്ല തിരക്കാണ്, ജീവിതത്തിൻ്റെ തിരക്കുകളാണ്. പക്ഷേ ഈ തിരക്കിനിടയിലും ഇങ്ങനെയൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് ആളെ കണ്ടെത്തുക മാത്രമല്ല, അത് പോസ്റ്ററിലൂടെ അത് പബ്ലിഷ് ചെയ്യുക, അതോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ കൃത്യസമയത്ത് എത്തുക, ഇത് റെക്കോർഡ് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഭാരിച്ചൊരു പണിയാണ്. ഇത് വളരെ ആത്മാർത്ഥമായി കൃത്യമായിട്ട് നിർവഹിക്കുന്ന സാബു സാറിനും നമ്മുടെ എല്ലാവരുടെയും പേരുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കും. താങ്ക് യു ബാബു സാർ, വളരെ സന്തോഷം. അടുത്തായിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. പുലർന്ന സാറിന് തുടങ്ങാം. ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. റിക്മാണിന്റെ ഈ കഥകളും സ്വഭാവ ശൈലിയും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി നിൽക്കുന്ന ഒരു സമയം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോർജ് സാറ് ഇന്ന് ഈ സാധനത്തെ എല്ലാം ഉരുളയായി നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. ഈ പാരന്റും അഡൽട്ടും ചൈൽഡും PAC വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണ്. അതിനിടയ്ക്കൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ട്. ഈ PAC ഞാൻ തന്നെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ അത് എവിടെയാണ് പ്രയോഗിക്കേണ്ടത്? പാരന്റ് ആവുന്ന സമയത്ത് പാരന്റ് ആവണം. നമ്മൾ അഡൽട്ട് ആവേണ്ട കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട അഡൽട്ട് ആയിരിക്കണം. കുട്ടിയുടെ സമയത്ത് കുട്ടിയാവുക. നമ്മൾ പറയാറുണ്ടല്ലോ, വലിയ വായിൽ വർത്താനം പറയടാ ചെക്ക.
കാരണം അവനൊരു പാരന്റിന്റെയോ അഡൽറ്റിന്റെയോ ടോണിലായിരിക്കും അവൻ ചില സമയത്ത് സംസാരിക്കുക. പ്രായമായവര് ഗൗരവപൂർണമായ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇതിനിടയിൽ അവന്റെ ചില വാക്കുകളുണ്ട്. അപ്പോഴാണ് നമ്മൾ പറയുക വലിയ വായിൽ പറയണ്ട. അപ്പൊ ആ ചൈൽഡ് പാരന്റിലേക്കോ അഡൽട്ടിലേക്കോ കയറി വരുന്ന ഒരു അവസരമാണ്. അപ്പൊ നമ്മള് ഹൂ ആം ഐ, എന്റെ സ്റ്റേജ് എന്താണ്, ഞാൻ ആരാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ ഈ വലിയ വായി നിർത്തും. എന്നിട്ട് ചിലപ്പോൾ അവൻ റിക്വസ്റ്റ് ചെയ്യും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ അത് കേൾക്കും. അപ്പൊ അവന്റെ പക്വതയാണ്, കുട്ടിയുടെ പക്വത കൂടെയാണത്. ആ രണ്ട് പാരന്റും അഡൽറ്റും കേൾക്കാൻ മനസ്സ് കാണിക്കുന്നത് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമാണ്. പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്ന അടിയ ഒന്നും മിണ്ടാതിരിക്കട, അതോടെ കഴിഞ്ഞു. അവന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന, അവന് പറയാനുള്ള, അവന് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേ വെക്കാൻ പറ്റുള്ളൂ. അവനൊരു മൈക്കെടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അവൻ സംസാരിച്ചു തുടങ്ങുന്നതാണ് ഈ അഡൽറ്റിന്റെയും പാരന്റിന്റെയും മുൻപിൽ. അവൻ പഠിക്കുന്നത് ഈ പാരന്റിൽ നിന്നും ഈ അഡൽറ്റിൽ നിന്നും തന്നെയാണ്. അടുത്ത അവന്റെ സ്റ്റേജ് അഡൽറ്റ് സ്റ്റേജാണ്. ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യമായി സംസാരിക്കുന്ന അഡൽട്ടാണ് അവന്റെ മുമ്പിലുള്ളെങ്കിൽ അവൻ അതിലൂടെ തന്നെ കേൾക്കും. മുത്തശ്ശൻ അവിടെയുണ്ട്, മുത്തശ്ശൻ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അവിടെയും അവന്റെ സ്വഭാവത്തിന് ശുദ്ധമായ ഒരു രാഗം കിട്ടും. അതാണ് ഈ പാരന്റും അഡൽട്ടും ചൈൽഡും അത് തമ്മിലുള്ള ബന്ധം. ഒരു വളർച്ചയുടെ ശാസ്ത്രവും കൂടിയാണ്. ഇതൊരു വളർച്ചയുടെ ശാസ്ത്രമാണ്. ശാരീരികമായ വളർച്ചയോടൊപ്പം തന്നെ മാനസികമായ വളർച്ച കിട്ടണം അവൻ. എങ്കിൽ മാത്രമേ അവൻ അവന്റെ സ്റ്റേജുകൾ കൃത്യമായി കവർ ചെയ്യുള്ളൂ. വേറൊന്നും പറയാനില്ല. ഏറ്റവും നല്ലൊരു ക്ലാസ് സുഖകരമായി കേട്ട് പൂർണ്ണമായി കേട്ട് ഇരുന്നു. സന്തോഷം സർ, സന്തോഷം. താങ്ക് യു. താങ്ക് യു ലെനൻ സർ. ഓമന ടീച്ചർ. താങ്ക് യു സർ. ഒത്തിരി ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ്. എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേട്ടാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു സബ്ജക്റ്റാണ് എറിക് ബേണിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇതൊക്കെ നമ്മളൊക്കെ പഠിക്കാൻ താമസിച്ചു പോയി. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വഴിയിലോട്ട് വരാൻ പറ്റിയത്. പക്ഷെ സാറ് പറഞ്ഞതിൽ എനിക്ക് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. അധ്യാപകരുടെ കാര്യം പറഞ്ഞതിൻ്റെ അകത്ത്. കാരണം ഒരു 5 വയസ്സായിട്ടാണ് അധ്യാപകരുടെ അടുത്തോട്ട് കുട്ടി ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തലയിൽ അത്യാവശ്യത്തിനൊക്കെ ഉള്ളത് ആയി കാണും. അപ്പൊ അച്ഛനും അമ്മയും, സാറാ പറഞ്ഞത് കറക്റ്റാണ്, അച്ഛനും അമ്മയും വളരെ നന്നായിട്ട് ജീവിച്ച് കാണിക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. എത്ര ചെറിയ കുട്ടിയാണേലും 6 മാസമോ അല്ലെങ്കിൽ 1 വയസ്സോ എന്തോ ആട്ടെ, അതിനൊന്നും അറിയത്തില്ലേലും അച്ഛനും അമ്മയും എങ്ങനെയാണ്, എന്താണ് ഈ കലഹിക്കുവാണോ, ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളോ, അവർ തമ്മിൽ എങ്ങനെയുണ്ടെന്നുള്ളത് കുട്ടിക്ക് വേഗം മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 3 മാസം ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശനി ഞായറും അവർക്കറിയാം, ബാക്കി ദിവസം അവർ അഡ്ജസ്റ്റ് ചെയ്യും. ശനി ഞായറും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യല. നമ്മളവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ഇപ്പൊ ഞാൻ ഇതിന് ഈ ആഴ്ച പിടികിട്ടിയത് എപ്പോഴാന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും ചെറുപ്പത്തിലെ നമുക്കൊക്കെ ശനി ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ അതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ട്. അത്രയും താമസിച്ചാണ് നമ്മളൊക്കെ പഠിച്ചത്. ഇത് ഉണ്ടാകുമ്പോഴേ ഇത് മനസ്സിലാക്കി അങ്ങോട്ട് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞ പോലെ കുട്ടികൾ ഒന്നും ചെറുതല്ലേ, ഒന്നും അറിയുന്നില്ല അല്ലേ, ഒന്നും മനസ്സിലാക്കുന്നില്ല, ഞാൻ ചെലവിന് കൊടുക്കുന്നതല്ലേ, അവിടെ അടങ്ങി നിന്നോട്ടെ എന്നുള്ള ഒരു മട്ടിലുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് എന്താ പറയാ, വിദ്യാഭ്യാസവും എല്ലാ സ്റ്റാറ്റസും ഉള്ളവരുടെ ഇടയിൽ നിന്ന് പോലും മുഴുവൻ മാറിയിട്ടില്ല. പിന്നെ താഴോട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതാണ് അതിൻ്റെയൊക്കെ ഒരു മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അധ്യാപകരുടെ അടുത്തെന്ന് പറയുമ്പം ഈ അധ്യാപകർക്ക് സത്യം പറഞ്ഞാൽ ഈ സിലബസ് ഇങ്ങനെ ബണ്ടിലാക്കി ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന കാരണം വേറെ ഒന്നിനും നേരമില്ല ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ലീവും അവരുടെ പ്രാരാബ്ദങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ ഈ സിലബസ് ഒന്ന് ഒഴിവാക്കി തീർക്കാൻ. പക്ഷെ അവിടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ ആസ് എ ടീച്ചർ, നമ്മൾ വളരെ കറക്റ്റ് ആണെങ്കിൽ കുട്ടികൾ എവിടുന്നും അത് മനസ്സിലാക്കും. നമ്മളിപ്പം സ്കൂളിൽ വരുമ്പോൾ മാത്രമല്ല കുട്ടികളെ നമ്മളെ വാച്ച് ചെയ്യുന്നത്.
നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കും. ശരിക്കും അതാണ് എനിക്ക് കണ്ടിട്ടുള്ള അനുഭവം. കുട്ടികൾ അവരെ നമ്മൾ കരുതുന്നുണ്ട്, അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്കി ചെയ്യുന്നുണ്ട്. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഞാൻ എച്ചമായിട്ടിരിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലെ പിള്ളേർ സാധാരണ എച്ചമിന്റെ അടുത്തോട്ടൊന്നും വരികയില്ല. ഹൈസ്കൂളിലെ LP സ്കൂളുമായിട്ട് HMസിന് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത പോലെയാണ് ഹൈസ്കൂളിലൊക്കെ, +2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ. അപ്പം പക്ഷെ 1-ലെ പിള്ളേർ എന്നോട് വന്നിട്ട് പിച്ചയും മാന്തിയും പരാതി പറയാൻ വന്നിട്ടുണ്ട്. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ടീച്ചർ മൈൻഡ് ചെയ്യാഞ്ഞിട്ടായിരിക്കുമല്ലോ അവിടുന്ന് ഇവിടം വരെ വന്നത്. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഞാൻ ചെയ്യും എന്നവർക്കൊരു ബോധ്യം ഉള്ളിൽ എവിടുന്നോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടം വരെ വന്നത്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിന്റെ അകത്തും നമ്മൾ കറക്റ്റ് ആകുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചാൽ കറക്റ്റ് ആകാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അല്ലെങ്കിലും നമ്മൾ കറക്റ്റ് ആയിരിക്കണം. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. സാറ് ഒത്തിരി പിന്നെ ജീവിതാനുഭവങ്ങളും അത്രയും നല്ലൊരു വീട് പൊളിക്കാനൊക്കെ നോക്കിയപ്പം പിന്നെ സാറിന് മാത്രമേ അത്രയും നന്നായിട്ടുണ്ടാക്കിയ വീട് പൊളിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു ഓമന ടീച്ചറെ. പ്രത്യേകം പറയട്ടെ, ഞാൻ പറഞ്ഞത് ശൈശവ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡേ കെയർ പ്രത്യേകം പറഞ്ഞു. ആ താഴേക്കിടയിലുള്ള ഏറ്റവും വെരി ബിഗിനിങ്ങിലുള്ള ആ ചൈൽഡ് കെയർ സ്റ്റേജിലുള്ള അധ്യാപകരെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ വാക്കുകളിലെങ്ങാനും മറിച്ച് തോന്നിയോ എന്ന് എനിക്കറിയില്ല. കേട്ടതിന്റെ വ്യത്യാസമായിരിക്കും സർ. അതെ. ഞാനതാ പറഞ്ഞ, ഞാൻ ഇതിനു മുമ്പ് ഈ വേദിയിൽ ഇങ്ങനെ പറയാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ സാറേ, സോറി, PCTA സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ പ്രത്യേകം അത് റെഫർ ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണം എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. പിന്നെ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഉടനെ എന്നെ പറഞ്ഞ പോലെ എനിക്കൊരു ഫീല് വരുന്നോണ്ടായിരിക്കും. അതൊരു കണ്ടാമിനേഷൻ അല്ലേ? അതൊരു കണ്ടാമിനേഷൻ. അതും ഒരു കണ്ടാമിനേഷൻ ആണ്. റോയ് സാർ പറയും. ഓക്കെ സാർ, ഞാന് പഠനത്തിന്റെ കാര്യത്തിൽ ഫ്രോയിഡിന്റെ ഇഡ് ഈഗോ, സൂപ്പർ ഈഗോയും പ്രീനേറ്റൽ പീരീഡും ഒക്കെ പഠിച്ചാണ് സൈക്കോളജി പഠിച്ചു പോയത്. പിന്നെ അന്ന് ഈ തീയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ സാബു സാറിൽ നിന്നാണ് ഈ ട്രാൻസാക്ഷണൽ അസെറ്റ്സ് പഠിച്ചത്. അപ്പോൾ ഈ ബേസ് ഉള്ളതുകൊണ്ട് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് അത് പഠിക്കാനും പറ്റി. പക്ഷെ അതൊക്കെ പഠിച്ചു വെച്ചതുകൊണ്ട് ഒരാളെ അസസ് ചെയ്യാനും അനലൈസ് ചെയ്യുന്നതിനും ഒക്കെ വലിയ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ട്രാൻസാക്ഷൻ അനലൈസിൽ പാരന്റൽ ഫീലും മറ്റതൊക്കെ പല ഇത് വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഏതായാലും ഇത് ഒരു പഠിച്ചു കിടന്നതാണെങ്കിലും ഇപ്പോൾ VP സാർ ഇത് അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും കുറേ കൂടി ഇതിലേക്ക് ഒരു ഇൻസൈറ്റ് കിട്ടും. കാരണം ഇതങ്ങനെ കിടന്നു അങ്ങനെ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ലെങ്കിലും കിട്ടി. അപ്പോൾ ഏതായാലും വളരെ ഭംഗിയായി സാറ് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ സാറ് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, മനസ്സിലാക്കിയിരുന്നു. എനിവേ വളരെ ഭംഗിയായി സാർ അത് അവതരിപ്പിച്ചു. അത് വളരെ ഞാൻ ഇതിങ്ങനെ പഠിച്ച കാര്യങ്ങൾ സാറ് പറയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതാണൊന്നും മിണ്ടാതിരുന്നത്. അതാ സാറ് ഇടയ്ക്ക് ചോദിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു പ്രസന്റേഷൻ. ഓക്കെ, താങ്ക് യു സാർ. ഗോകുമാർ സാർ എന്തെങ്കിലും പറയാം, പെട്ടെന്ന് പറഞ്ഞു. കൗൺസിലിംഗ് പഠിക്കുന്നവർക്ക് വളരെയേറെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ജോർജ് സാർ പഠിപ്പിച്ചത്. ജോർജ് സാർ അത് വ്യക്തമായിട്ട് പറഞ്ഞ് ഇത് പരിചയമില്ലാത്തവർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൗൺസിലിംഗ് ചെയ്യാത്തവർ പോലും ഇത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഒരാൾ നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ ഏത് സ്റ്റേജിലാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അയാൾ ഈഗോ സ്റ്റേജിലാണെങ്കിൽ തന്നെ ഏത് ചൈൽഡ് സ്റ്റേജിലാണോ, അഡൽട്ട് സ്റ്റേജിലാണോ, അത് പേരന്റ് സ്റ്റേജിലാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതന്നെ. പിന്നെ എറിക് ബേണിന് ഒരു രസകരമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ചൂയിങ്ക മോഷ്ടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഈ ചൈൽഡ് ഈഗോ സ്റ്റേജിൽ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം മോഷ്ടിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ആവശ്യമില്ല ശരിയായ
ഒടുങ്ങി തന്നെയും അദ്ദേഹം അത് അദ്ദേഹത്തിന് അതൊരു രസമായിരുന്നു. അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ പോലെ നമുക്ക് വെക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇത് മാത്രമേ ഉള്ളത്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. നല്ലതായിരുന്നു. ഗോമർ സാർ അതെ, എർബന്റെ അല്ല, എർബന്റെ ആ ബുക്കിൽ ഉള്ള ഒരു കഥാപാത്രത്തിന്റെയാണ് ആ സ്വഭാവം. ഓക്കെ, വിജയരാമൻ ശരി. സാർ. താങ്ക് യു സൗദ് സാർ. ഇന്നിപ്പോ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ കാരണം, ഒന്ന് ജോർജ് സാറാണ് ക്ലാസ് എടുക്കുന്നത്, രണ്ടാമത് ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ്. ഈ രണ്ട് കാരണം കൊണ്ടാണ് എന്തായാലും നിർബന്ധമായിട്ട് ക്ലാസ് കേൾക്കുന്നു വിചാരിച്ചത്. അപ്പോ ഇതൊരു വളരെ നന്നായി ചെയ്തു ജോർജ് സാർ. വളരെ സാറിൻ്റെതായിട്ടുള്ള രീതിയിൽ, അതായത് അങ്ങനെ പറയുമ്പോഴാണ് ഇതിന് പറയുമ്പോഴും അതിനുള്ള ഇതുണ്ടാവുക, വാല്യൂ ഉണ്ടാവുക. സാറ് മനസ്സിലാക്കിയ രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതി, അത് ഇതാണ്. ഇപ്പൊ ജോർജ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം പോസിറ്റീവ് സ്ട്രോക്സ് അനായാസമായിട്ട് പറയുന്ന ഒരാളാണ്. അതത്ര എളുപ്പമല്ല. പലരും പോസിറ്റീവ് സ്ട്രോക്സ് പറയാൻ കഴിവില്ലാത്ത ആൾക്കാരാണ്. ഞാൻ വിചാരിച്ചിട്ട് നല്ലത് പറയുക, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നല്ലത് പറയുക, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജോർജ് സാറിന് കഴിഞ്ഞിട്ട് വേറൊരാളുള്ളൂ. അപ്പോ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ രണ്ട് മേഖലയിൽ അതിന്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒന്ന് നമ്മളെ സെൽഫ് അവയർനെസ്, നമ്മളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയും നല്ലൊരു ടൂൾ വേറില്ല. ഈ സാറ് പറഞ്ഞുള്ള ഈ 3 ഈഗോ സ്റ്റേറ്റ് നമ്മുടേതായിട്ടുള്ള യുണീക്കാണ്. ഓരോ മനുഷ്യനും യുണീക്കാണ് ഈ സാധനം. എന്റെ പേഴ്സണൽ ആലിറ്റിയിലുള്ള പേരന്റ് ഈഗോ സ്റ്റേറ്റും അഡൽട്ട് ഈഗോ സ്റ്റേറ്റും ചൈൽഡ് ഈഗോ സ്റ്റേറ്റും എന്റേത് മാത്രമാണ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തത് സെൽഫ് അവയർനെസ് ആയി. പിന്നെ വേറൊരു കാര്യമുണ്ട്, പഠിക്കാനും ഈ ദുനിയാവിൽ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാറ്റാൻ നമുക്ക് പറ്റില്ല. ഇത് നമ്മളെ മാറ്റാൻ പറ്റണമെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിക്കണം. പേഴ്സണൽ ചേഞ്ച്, അത് തന്നെ അതിന്റെ ഡെഫിനിഷൻ അതാണല്ലോ അല്ലെ. ട്രാൻസാക്ഷൻ അനാലിസിസ് ഈസ് എ തിയറി ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോതെറാപ്പി ഫോർ പേഴ്സണൽ ചേഞ്ച്. പേഴ്സണൽ ചേഞ്ച് വരുത്താനുള്ള ഏറ്റവും നല്ലൊരു സൈക്കോതെറാപ്പി ഇതാണ്. അപ്പോ വെരി വെൽ ഡൺ. ഇറ്റ് വാസ് നൈസ് ക്ലാസ്. സാറ് മനസ്സിലാക്കിയ രീതിയിൽ അത് അവതരിപ്പിച്ചു. അതെല്ലാവരും പ്ലസന്റ് ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. വെരി വെൽ ഡൺ. താങ്ക് യു സാർ. ഇനി ആരാ? കുഞ്ഞോയി മാസ്റ്റർ, വത്സല മാം, സ്നേഹലത മാം, ആരെങ്കിലും പറയാണ്ട് പറയും. ശോഭന മാം ഒന്ന് പറഞ്ഞോട്ടെ സാറേ, പോസിറ്റീവ് പറയും. സ്ട്രോക്കിന്റെ കാര്യം ഒന്ന് പറയാൻ ഞാൻ വിട്ടുപോയതാ സാർ. ഇത്രയും നല്ലോണം പിന്നെ റെക്കഗ്നീഷൻ തരുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രോക്ക് തരുന്ന വേറെ ആരും ഇല്ലെന്ന് പറയണമെന്ന് ഞാൻ ഓർത്തതാ, വിട്ടുപോയി. തരിക മാത്രമല്ല, അത്ര പവറിൽ പറയും അല്ലെ, ഇത്ര പവറിൽ മാത്രമല്ല അത് പറയും. ഇങ്ങനെ കൈപൊക്കി പറയുമ്പോഴത്തേക്ക് നമ്മളെ അനുഗ്രഹിച്ചു വിട്ട പോലെയൊക്കെ വല്ലാത്തൊരു ഫീലാണ്. ഒരു ക്ലാസ്സോടെ എടുക്കാനുള്ള എനർജി അവസാനം സാറ് തരും. അങ്ങനത്തെ ആൾക്കാരെ അപൂർവമാണെന്നേ ഈ ലോകത്തില്. അതല്ലേ പറയാനുള്ളത്. അത് പറയാം, മനസ്സിലായി. അതെ, അത്ര ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആരും താല്പര്യപ്പെടത്തില്ല. ഒരു അല്ല, മയത്തിനൊക്കെ നമുക്ക് പറയാം. അറിയത്തില്ല അത്രയ്ക്ക് പറയാം. ഇവനെ കുറിച്ച് അല്ലെങ്കിൽ ഇവളെ കുറിച്ച് നല്ലത് പറഞ്ഞ ഇവനങ്ങ് പൊങ്ങി പോവും. അടുത്തത് എന്നെ താഴ്ത്തലാവും എന്ന ചിന്തായിരിക്കും എല്ലാവർക്കും. അതില്ലാത്ത മനുഷ്യര് കുറവാ. അതെ. ഇനി ആരെങ്കിലും? വിജയ് മാസ്റ്റർ, വത്സല മാം, പത്മ മാം, സ്നേഹലത മാം. ഓക്കെ സാർ, പറയട്ടെ. പറയൂ ശോഭന മാം. ജോസ് സാറേ, പറയാൻ വാക്കുകളില്ല കേട്ടോ. എന്താ, ഞാൻ ആദ്യമായിട്ടാണ് ജോസ് സാറിന്റെ ക്ലാസ് കേൾക്കുന്നത്. ഇത്രയും നാള് ഒക്കെ പല ഇടത്തും വെച്ച് സാറിനെ പരിചയപ്പെട്ടെങ്കിലും സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. എങ്ങനെ ഇത്ര സിമ്പിളായി, എത്ര ഭംഗിയായി അത് ഈ ഈഗോ സ്റ്റേറ്റുകൾ അവതരിപ്പിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും സാറിന്റെ ഓരോ വാക്കുകളും വളരെ പ്രചോദനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതാണ്. സാറിന്റെ ക്ലാസ് അതിലുപരി വാക്കുകളില്ല പറയാം. സാറേ, താങ്ക് യു. സാറ് കൊടുക്കുന്ന പോലെ അല്ലേ. പത്മ മാം പറയൂ. നമസ്കാരം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഇത്. കുറച്ചെല്ലാം നമുക്ക് കേട്ടിട്ട് ഓർമ്മയിലുണ്ട്, എന്നാലും സാറ് വളരെ രസകരമായിട്ട് പറഞ്ഞു. ഒരു ചൈൽഡ് ഈഗോ സ്റ്റേജിൽ ആയിരുന്നു ഞാൻ പറയും ക്ലാസ് മുഴുവൻ കേൾക്കുമ്പോൾ.
ആ ഒരു ഭാവത്തിൽ ഇരിക്കുമായിരുന്നു എന്ന്. പിന്നെ സാറ് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് പറഞ്ഞ ശരിയാണ്, തോന്നിയ സമയത്ത് ഏത് പാർട്ടി ആയാലും ആണ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവര് ഇത്രയും പ്രായമായിട്ട് എന്താ ഇങ്ങനെയല്ല പറയുന്നെന്ന് തോന്നാറുണ്ട്. അപ്പൊ എല്ലാരും ഇതൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനും എല്ലാവരും ഒരു സ്വഭാവവും, ഇപ്പൊ നമ്മൾ റോഡിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർമാരെ ഒരു സ്വഭാവം എല്ലാം കാണുമ്പോൾ തോന്നും അവരെല്ലാം ഇത് പഠിച്ചതാണെങ്കിൽ ഇങ്ങനെ റോഡിൽ ഉണ്ടാകുന്ന അടിപിടി അതെല്ലാം മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പഠിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് തോന്നുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും? ശൈലജ മാം പറയും. സാറേ, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഓണാക്കുന്നില്ലേ? എന്തെങ്കിലും ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ക്ലാസ് ഒരു 10 പേര് എടുത്താലും 10 തരത്തിലാണ് കൊണ്ടുപോവുക. എക്സാമ്പിൾസ് ഒക്കെ വേറെ വേറെ പറഞ്ഞിട്ട് വളരെ ഭംഗിയായിരുന്നു സാറിന്റെ ക്ലാസ്. എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, ഈ കൗൺസിലിങ്ങും TA ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ പോലും വീട്ടില് അതായത് CP കൂടുതലാക്കിയിട്ട് ആ വീട്ടിലൊരു സിറ്റുവേഷൻ വളരെ വേഴ്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എനിക്കറിയാം. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് നല്ല അവയർനെസ് ഉള്ള ഒരാൾ പോലും അത് വീട്ടിൽ വരുമ്പോഴേക്കും അത് തിരിച്ചു പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഇത് തെറ്റായി, ഇവിടെ ഇങ്ങനെ പൊടി കിടക്കുന്നുണ്ട്, അതെന്താണ് ഇതെന്താണ്, കുട്ടികളെയും വൈഫിനെയൊക്കെ വഴക്കിടുക. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാ അങ്ങനെ ചിന്തിക്കണേ അല്ലെ അങ്ങനെ പെരുമാറണേന്ന് മനസ്സിലാവാറില്ല. അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും സാറേ, എനിക്കറിയില്ല. മേഡം, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? സാർ മേഡം, ആ വീട്ടില് ഈ ഇപ്പോൾ മേഡം പറഞ്ഞ ആ കഥാപാത്രം, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും എങ്ങനെ ആയിരുന്നു വീട്ടിൽ പെരുമാറിയിരുന്നത്? അച്ഛനെ ഭരിക്കുന്ന അമ്മയാണെങ്കിൽ ആ വീട്ടിലെ പെൺമക്കൾ തീർച്ചയായിട്ടും ചെല്ലുന്ന വീട്ടിലെ ഭർത്താവിനെ ഭരിക്കാൻ നിർബന്ധിക്കപ്പെടുകയല്ല, ഇന്നർ ഡ്രൈവ് അങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും അയാളെ കുറ്റപ്പെടുത്തണം, അയാളെ വിമർശിക്കണം. എന്തായാലും അവസാനം ഒരുപക്ഷെ 2 അടി കിട്ടിയാൽ പോലും അവരതിൽ തൃപ്തിപ്പെടും. പക്ഷെ ഇത് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അടിയെ പേടിച്ചവർ ചെയ്യാതിരിക്കില്ല. അടി കിട്ടിയാലും വേണ്ടില്ല, പക്ഷെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യണം, ഈ എൻ്റെ ദൗത്യം അതാണെന്നാണ് ഇവിടെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ റീപ്ലേ ആണല്ലോ ജീവിതം തന്നെ. ഈ സ്ക്രിപ്റ്റ് റീപ്ലേ ചെയ്യുന്നതാണെന്ന് പറയുന്നല്ലോ. അതുകൊണ്ടാണല്ലോ സ്ക്രിപ്റ്റ് തീരുന്നിടത്ത് വെച്ച് തീരുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള പെരുമാറ്റത്തിൽ അച്ഛൻ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ മുഴുവൻ ഏറ്റവും ആദരിക്കപ്പെടുന്ന ആളായിരിക്കും. എല്ലാ സമൂഹത്തെ മുഴുവൻ നന്നാക്കുന്നവനായിരിക്കും, നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ. പക്ഷെ വീട്ടിലേക്ക് കയറി വന്ന അയാളുടെ സ്വഭാവം മറ്റൊന്നായി പോയെങ്കിൽ അയാൾ അതാണ് ആർജിച്ചത്. അയാളുടെ അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിൽ നിന്ന് കിട്ടിയത്. അച്ഛനും അമ്മയും തന്നെ മാത്രമല്ല കുറ്റക്കാർ, അവർ തന്നെ മാത്രമല്ല ഉത്തരവാദികൾ. തീർച്ചയായിട്ടും അത് തൊട്ട അയൽക്കാരാവാം, അല്ലെങ്കിൽ കൊണ്ടുവന്ന് നിർത്തിയ ആയമാരാവാം, അതുമല്ല എങ്കിൽ ഉറ്റവർ തന്നെ ആകാം, വേറെ ആരെങ്കിലും. കാരണം അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ എങ്ങനെ കൊച്ചിനോട് പെരുമാറാം, എന്തും പറയാമെന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പലതും കേട്ടിട്ടില്ലേ? എന്തോ പറഞ്ഞല്ലോ. നമുക്ക് ഒരു അവയർനെസ് ഉള്ളപ്പോ സ്വയം തിരുത്താനായിട്ട് ആ സിറ്റുവേഷനിൽ മനസ്സ് സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലേ? അതായത് ആ സിറ്റുവേഷൻ അയാളുടെ അഡൽട്ട് ഈഗോയെ ഏതോ ഒന്ന്, അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ ക്രിട്ടിക്കൽ പേരന്റ് കയറി അതിനെ അമർത്തിക്കളയുന്നു. ഈ പക്വത കയറി വരാൻ പറ്റുന്നില്ല. ഞെരിച്ചു വെച്ചിരിക്കുക, അമർത്തി വെച്ചിരിക്കുക. 10 കണക്കിന് വെയിറ്റാ വെച്ചിരിക്കുന്നത്. ഇയാൾക്ക് തള്ളിയ കൈകൊണ്ട് ചൈൽഡ് ഒരുപാടുണ്ട്. നല്ല സമയത്ത് കുട്ടികളെ ഒരുപാട് കൊഞ്ചിക്കുകയും ഒരുപാട് നല്ല വാക്ക് പറയും, സ്ട്രോക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ വീട്ടിൽ അഫക്ട് ചെയ്തിരിക്കുന്ന ഈ CP ആണ്, ക്രിട്ടിക്കൽ പാരന്റ് വന്നിട്ട്. എല്ലാവരും എന്താ പറയാ, വളരെ ക്രിട്ടിക്കലാണ് അവിടെ എല്ലാവരും. അതായത് ചൈൽഡ്
മാത്രമല്ല ഇത് തലമുറ തലമുറ കൈമാറിപ്പോകും ചില കുടുംബങ്ങളിൽ. അത് നോക്കിക്കോ, കണ്ടാലറിയാം. കാരണം ഈ പാറ്റേൺ അതിൽ നിന്ന് മാറൂല അവർക്ക്. കാരണം ഇത് തന്നെ ജനിച്ചപ്പോൾ മുതൽ കിട്ടിയത് ഫീഡിങ്ങിനോടൊപ്പം കിട്ടുന്നതല്ലേ. അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ അതോ മുലപ്പാൽ കുടിച്ച് കഴിയുന്നത് പോലെ തന്നെ ഇത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാറിയ ഒരു അന്തരീക്ഷം കുഞ്ഞിനെ എൻ്റെ ഒരിക്കലും ചരിത്രത്തിലില്ല. അപ്പോൾ പിന്നെ അത് റീ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നൊക്കെയാണ് എൻ്റെ നിഗമനം കേട്ടോ. അതേ പറയാൻ ഞാനും അങ്ങനെയാണല്ലോ എനിക്ക് അവസാനം എത്താൻ പറ്റുന്നത്. നമ്മളപ്പോ ഈ താങ്ക് യു. സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാന്ന് പറയണത് അപ്പൊ എങ്ങനെ പോസിബിൾ ആക്കുക? ഇത് തന്നെ വഴി. നമ്മൾ ഇത് സ്വയം തിരിച്ചറിയണം. ബേസിക്കായിട്ട് അവയർനെസ്സിന്റെ പാർട്ടാണ്. നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ഈ ഈഗോ സ്റ്റേറ്റിന്റെ അവയർനെസ്സിലൂടെ തിരിച്ചറിയാം. ഒരുപക്ഷെ പഴയ കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഈഗോ സ്റ്റേറ്റ് ആയിരിക്കും എപ്പോഴും നിൽക്കുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ CPO അല്ലെങ്കിൽ ഓവർ നർച്ചറിങ്ങോ ഒക്കെ നമ്മളുടെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇതൊന്നും ശരിയല്ല, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. എപ്പോഴും പക്വഭാവത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡൽട്ട് സ്റ്റേജിൻ്റെ ഒരു നിയന്ത്രണത്തിലായിരിക്കണം ഇതെല്ലാം പോകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിയന്ത്രണം ഉണ്ടാകത്തില്ല. നമ്മൾ പേരൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പേരൻ്റായിട്ട് തന്നെ നിലനിൽക്കും. ചൈൽഡായിപ്പോയാൽ ചൈൽഡായിട്ട് നിൽക്കും. തിരിച്ച് എപ്പോഴും ഒരു അഡൽട്ടിൻ്റെ കൺട്രോളിൽ നിൽക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷനിലേക്ക് എത്താൻ നമ്മൾ കുറേ ചേഞ്ച് നമ്മളിൽ വരുത്തണം. പറഞ്ഞ പോലെ ഒരു സൈലൻസ് ഒക്കെ വേണ്ടി വരും. അതിനാണ് ഈ സൈലൻസ് ഒക്കെ. ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നൊന്ന് റീതിങ്ക് ചെയ്യാനുള്ളൊരു സമയം. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്ന് കൃത്യമായിട്ട് ഇപ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ, CP NP ഈ പേരുകൾ, ആ 2 വാക്കുകളൊക്കെ ചില വ്യക്തികളോട് പറയും, നിങ്ങളിപ്പോൾ ഭയങ്കര CP ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൺട്രോളിങ് പാരൻ്റ് എന്നൊന്നും പറയരുത്, CP ആണെന്ന് പറയണം. അപ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വരുമ്പോൾ അവർ തന്നെ റീതിങ്ക് ചെയ്യാൻ നോക്കും. CP ഇപ്പം നമ്മൾ എക്സാമ്പിൾ അച്ഛൻ ഭയങ്കര CP ആണെങ്കിൽ മകൾ അല്ലെങ്കിൽ മകൻ അച്ഛൻ ഭയങ്കര CP ആകട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ആ CP ക്യാരക്ടർ നോർമലായിട്ട് പുറപ്പെടുവിക്കത്തില്ല. കാരണം അതൊരു അലാമാണ്, ഒരു ട്രിഗറാണ്. അപ്പോൾ ആ ട്രിഗർ കൊടുക്കാൻ നമ്മൾക്ക് കപ്പാസിറ്റി ഉണ്ടാകണം. അല്ലെങ്കിൽ ആ വ്യക്തി CP ആണെന്ന് നമ്മൾക്കൊരു ട്രിഗർ കൊടുക്കാൻ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സൈൻ, CP തുടങ്ങി കിട്ടോ എന്നൊക്കെ നമ്മൾ ചുമ്മാ പറഞ്ഞാൽ മതി. പെട്ടെന്ന് അവയർനെസ് വരും, ഞാനിപ്പോൾ CPയിലാണല്ലേ, അല്ലെങ്കിൽ നർച്ചറിങ് ആണല്ലേ, കൂടുതൽ നർച്ചറിങ് ആണല്ലേ, അല്ലെങ്കിൽ റിബലിയസ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ കൂടുതൽ നർച്ചറിങ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ആ കണ്ടീഷനിലേക്ക് നമ്മൾ പെട്ടെന്ന്, അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ട്രിഗറും കൂടെ കൊടുക്കണം. നമ്മൾ സാധാരണ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഏതിൽ ഈഗോ സ്റ്റേറ്റിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പക്വഭാവത്തിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. ആ റിസലിയൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചത് കൊണ്ട് ആരുടെയും സ്വഭാവം ഒന്നും മാറിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പോലും സ്വഭാവം മാറിയിട്ടില്ല. ഇതൊക്കെ അവയർനെസ് പഠിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. നമ്മൾ CPയിലാണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് അഡൽട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി ഇതിലൂടെ ഈ അവയർനെസ്സിലുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യം അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഇത് അറിയാത്തവർ എപ്പോഴും അവിടെ തന്നെ, അതാണ് ഈ കണ്ടാമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതാ ഇപ്പോൾ അഡൽട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അഡൽട്ട് പേരൻറ്റിന് എപ്പോഴും ജഡ്ജ്മെൻ്റൽ ക്വാളിറ്റിയാണ്. അപ്പോൾ ജഡ്ജ്മെൻ്റൽ ആ ഒരു പാറ്റേൺ എപ്പോഴും അഡൽട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പേരൻറ്റ് കണ്ടാമിനേറ്റഡ് അഡൽട്ടായിട്ട് മാറും. അതുപോലെ കുട്ടികളെ സംബന്ധിച്ചോളം ചൈൽഡിന് എപ്പോഴും ഉള്ളത് പേടിയാണ്, ഇൻസെക്യൂരിറ്റിയാണ്, ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ ഒരു അഡൽട്ടിന് ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റിയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അഡൽട്ടിൻ്റെ ഗുണം എന്താ? ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മുട്ടിടിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ക്യാരക്ടറും പോകും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഡൽട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ക്വാളിറ്റീസ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് എവിടെയാണ് നമ്മുടെ പ്രോബ്ലം വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? പേരൻ്റൽ കൺട്രോൾഡ്, അപ്പോൾ അഡൽട്ട് കൺട്രോൾഡ് ആകണം. അഡൽട്ട് കൺട്രോൾ ആകാൻ നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. നമ്മൾ ചെസ്സ് കളിക്കുക, സുഡോക്കോ ചെയ്യുക, കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് പഠിക്കുക, എന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ പറയാതിരിക്കുക, ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡൽട്ടായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഈ പറയുന്ന വ്യക്തിക്ക് കൊടുക്കണം. അപ്പോൾ അതിന് ഈ CP NP AC NP നാച്ചുറൽ ചൈൽഡ് എന്നൊക്കെ NC എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ ഭയങ്കര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഫുള്ളായിട്ട് പറയരുത്, അവർ കൺഫ്യൂസ്ഡ് ആവും. ഇതെന്താണ് ഈ CP, എന്താണ് ഈ CP? അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക യഥാർത്ഥത്തിൽ CP എന്താണ്. അങ്ങനെ പറയുമ്പോൾ അവർ നോർമൽ CPൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കും. അതാണ് നമ്മൾ ഈ 5 ഈഗോ സ്റ്റേറ്റുകൾ നമ്മുടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതേ അങ്ങോട്ടൊന്ന് നോക്കി CP ആണല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് ഒരു ട്രിഗർ കിട്ടും. ഈ ട്രിഗർ വേണം. ഇപ്പോൾ നമ്മൾ അറിയത്തില്ലേ,
നമ്മൾ ബീച്ചിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പം തിരമാലകളുടെ കൂടെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ഒരാളവിടെ വെച്ചിട്ടുണ്ട്, ഒരു വാച്ച്മാൻ. പുള്ളി ഒരു വിസിലടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ നമ്മൾ ബിയോണ്ട് കൺട്രോളാണ്. പോലീസുകാരൻ അങ്ങനെയല്ലേ, നമ്മൾ ട്രാഫിക് തെറ്റ് കഴിയുമ്പോഴത്തേക്കും പഴയും. ഇപ്പോൾ പോലീസുകാർ വിസിലില്ല, പണ്ടത്തെ പോലീസുകാർ വിസിലടിക്കും. പെട്ടെന്ന് നമ്മൾ ബോധവൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിഗർ എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അവയർനെസ് പ്ലസ് ട്രിഗർ. ഈ ട്രിഗർ കൊടുക്കേണ്ടത് നമ്മൾ കാണികളാണ്. അപ്പോൾ കാണികൾ ട്രിഗർ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ തിരിച്ചു വരും. ഓക്കെ, ശരിയാണ് സാർ, അതാണ് കറക്റ്റ്. അത് ട്രിഗർ കൊടുക്കാൻ correct ആ സമയത്ത് ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? ആ സെൽഫായിട്ട് ട്രിഗർ ഒന്നും കൊടുക്കത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ടി എ പഠിക്കുക, നമ്മളെല്ലാവരും ടി എ അറിയാവുന്നതാണ് എന്ന് വെച്ച് നമുക്ക് ദേഷ്യപ്പെടാത്ത ആൾക്കാരാണോ? ഈ കിട്ടുന്ന അവസരത്തിലൊക്കെ ദേഷ്യപ്പെടും. പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നോർമലാക്കാൻ കൃത്യമായിട്ട് നമുക്കറിയാം. ഒരാളുടെ മുമ്പിൽ നമുക്കൊരു ഒരു ഇൻഡീസെൻറ്റ് ബിഹേവിയർ ഉണ്ടായി ആ ബിഹേവിയർ നോർമലൈസ് ചെയ്യാൻ നമുക്കറിയാം. അതാണ് ടി എയുടെ പ്രത്യേകത. അല്ലാതെ ടി എ പഠിച്ചതുകൊണ്ട് ദേഷ്യപ്പെടില്ലെന്നോ സങ്കടപ്പെടില്ലെന്നോ കരയത്തില്ലെന്നോ ഒന്നുമില്ല. അതൊക്കെ സംഭവിക്കും. അതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതിൻ്റെ ആ പ്രഹരശക്തി കുറയ്ക്കാം, ഡൈല്യൂട്ട് ചെയ്യാം, പെട്ടെന്ന് റിസലിയൻസിലേക്ക് വരാം, നോർമലാകാം. പക്വഭാവത്തിൽ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തിയാടാനുള്ള സൂത്രവിദ്യകളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഓക്കെ ശ്രീജം, റെഡിയായോ? താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. സാറേ, സരീന ഒരു കാര്യം കൂടി ഉള്ളത്, ഐ ആം ആൾവേസ് റൈറ്റ് എന്ന ചിന്ത കൃത്യമായി പിടിച്ചു വെക്കുന്ന ഒരാളെ പെട്ടെന്ന് അയാളുടെ ചിന്തയിലേക്ക് മാറ്റാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് 100-ൽ 100 പിന്നെ ഇങ്ങനെ 90 ഞാൻ എന്തിനാ 80-ലേക്ക് പോകുന്നു? ഐ ആം റൈറ്റ്, ആൾവേസ് റൈറ്റ്. അയാളെ നമുക്ക് പിടിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അയാൾ പറയുന്ന വാക്കുകളൊക്കെ കണ്ടീഷണലാണ്. ഈ പാരന്റ്സിൽ പലപ്പോഴും അങ്ങനെ കണ്ടീഷണലാണ്. ഇത് രാവിലെ നീ വന്നാൽ നിനക്ക് ഇത് തരും, അല്ലെങ്കിൽ തരില്ല. വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് അയാൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നില്ല, വരുമ്പോ 9 മണിക്ക് വരണമെന്നാ പറഞ്ഞ് 10 മണിയായി, കിട്ടില്ല. പക്ഷെ ആ കുട്ടി പറയാണ്, ഇങ്ങനെ വഴിയിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പിന്നെ വരാൻ പറ്റാഞ്ഞത് എന്ന് പറഞ്ഞാലും ഇല്ല, നീ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ്. അയാള് ഐ ആം ഓൾ റൈറ്റ്, ഞാൻ തന്നെയാണ്, ഓക്കെ ഓക്കെ ഓക്കെ. മറ്റൊരാളെ കേൾക്കാൻ തയ്യാറില്ല, അവർ അഡമന്റ് ആയിരിക്കും, അവരുടെ പ്രവർത്തനങ്ങളും അഡമന്റ് ആയിരിക്കും. സർ സാർ, അങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യാനുള്ള പരിപാടികളാണ് ഈ കേട്ട് നിൽക്കുന്നയാൾ വളരെ ശ്രദ്ധയോടുകൂടി, സൗമ്യതയോടുകൂടി, വിനയത്തോടുകൂടി, പേഷ്യൻസോടുകൂടി ഇടപെടണം. അയാൾ ഈ ക്രിട്ടിക്കൽ പാരൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി ഡീൽ ചെയ്തിട്ടൊരു കാര്യമില്ല. ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് മാറണം. എന്നിട്ട് നോർമൽ ആകുന്ന ഒരു സമയത്ത് പുള്ളിക്ക് ക്രിട്ടിക്കൽ പാരൻറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമ്മൾ അപ്പം തന്നെ ഈ ഒരടി കേൾക്കുമ്പോൾ തിരിച്ചു അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അടി നടക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ. അവിടെയാണ് നമ്മളുടെ ഈ ടിയുടെ ഗുണം. അടി കിട്ടും, അല്ല ഈ വരുന്നത് വെട്ടാൻ പോകുന്ന പോത്താണ് എന്ന് മനസ്സിലായാൽ സ്വല്പം ഒന്ന് ഒതുങ്ങി നിന്നിട്ട് വേണം നടക്കാൻ. അത് നമ്മൾ പഠിച്ചാൽ എളുപ്പമാണ്. വേണമെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ഒരാൾ ദേഷ്യപ്പെടുത്താം, നിസ്സാരമായി. അവർ പറയുന്ന റിപ്പീറ്റഡായിട്ട് വരുന്ന വാക്കുകൾ 2 ഉപയോഗിച്ചാൽ മതി. അത് കൃത്യമായിട്ട് ആ നിമിഷം അവർ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ മാറും. അപ്പം ഇതങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വിഷയം. ഓക്കെ, ആ സരീനമ്മ പറയും. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, എനിക്ക് ഈ സബ്ജക്റ്റ് അറിയാലോ എന്ന് ഞാനൊന്ന് വിചാരിച്ചു പോയി. അതിൽ ഞാൻ ആദ്യം ക്ഷമ പറയുവാണ്. കാരണം ഇത് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചേക്കുന്നത്. പക്ഷേ സാറ് ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വന്ന ഒരു തോട്ട്, ഞാൻ പോയിന്റ്സ് എല്ലാം വേഗം നോട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു തോട്ട് എന്നാന്ന് വെച്ചാൽ, ഏതൊരു സബ്ജക്റ്റിനെയും സമീപിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ എന്ന് തോന്നിട്ടോ. കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് ഒത്തിരി നാളായിട്ടില്ല വന്നിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെത് കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡായിരുന്നു. പക്ഷെ സാർ ഈ സബ്ജക്റ്റ് എടുത്തപ്പം ഫസ്റ്റ് എൻ്റെ കിട്ട വലിയൊരു പാഠമാണ്, ഒരു സബ്ജക്റ്റിനെ നമ്മൾ സമകാലിക ജീവിതവുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് പറയാൻ പഠിക്കണം എന്നും മനസ്സിലായി സാറേ. ആ ഒരു വലിയ അറിവും ആ ഒരു അവബോധവും നൽകിയതിന് സാറിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ മറ്റൊന്ന്, എനിക്ക്
മനസ്സിലായത് ഈ കാര്യങ്ങൾ ഒരു സ്വയം നിരീക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കാം കൂടുതൽ ഉപകാരപ്പെടുന്നത്. നമുക്ക് സ്വയം നിരീക്ഷണം നമ്മളിൽ വളർത്തിയെടുക്കാൻ ട്രാൻസാക്ഷൻ അനാലിസിസിന് സാധിക്കുമെന്ന് വല്ലാത്തൊരു തോന്നൽ തോന്നി. കാരണം നമ്മളെ തന്നെയാണ് സാർ പോയിന്റ് ഔട്ട് ചെയ്തത്. പലപ്പോഴും ഈ 3 ഘട്ടങ്ങളും നമ്മളായി തീരാറുണ്ട്. ദിവസവും എന്ന് വെച്ചാൽ ചിന്തിക്കുവാണെങ്കിൽ ഓരോ മണിക്കൂറിൽ നമ്മൾ ഈ ഘട്ടങ്ങളിലൂടെ എത്രയോ തവണയാണ് കടന്നു പോണത്. ഇപ്പം ഓർക്കുമ്പം ചിരി വരുവാണ്. പിള്ളേരോടൊക്കെ കിടന്ന് ആജ്ഞാപിക്കണ കാണുമ്പോൾ നീ ആരടി എന്നുള്ള തോന്നലായിരിക്കും കുട്ടികളുടെ മനസ്സിൽ. എന്തായാലും ഒരു പബ്ലിക് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ടിഎ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് സാറിന്റെ ക്ലാസ്സിൽ നിന്നും ഇവിടെ നടന്ന ഡിസ്കഷനിൽ നിന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തന്നു. ഇത് ജീവിതത്തിന്റെ ഒരു ടൂളാണ്, അല്ലെങ്കിൽ അടി കിട്ടും. നന്ദി സാറേ ഇത്രയും പറഞ്ഞു തന്നതിന്. താങ്ക് യു. ശരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ മാറണം എന്നാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്. നിങ്ങൾ മാറ്. പക്ഷേ നമ്മൾ മാറിയാലേ അവർ മാറത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ഏറ്റവും അടുത്ത സ്റ്റെപ്പാണിത്. നമുക്ക് ആദ്യം മാറാൻ പറ്റും ഇത്. കാരണം നമ്മളുടെ വാക്കുകളും മറ്റുള്ളവരുടെ വാക്കുകളും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പക്വഭാവത്തിൽ അഡൽട്ട് സ്റ്റേജിൽ നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് മാറാം. ആ മാറ്റം മറ്റുള്ളവർ ഡെഫിനറ്റായിട്ട് മാറ്റം ഉണ്ടാക്കും. അപ്പം അതിന് പകരം നിങ്ങൾ മാറുമെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മാറിക്കൊടുത്താൽ അവർ മാറിക്കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, എന്തോ പ്രശ്നം പറ്റിയെന്ന് ചോദിക്കും. ഓക്കെ, സ്നേഹത മാം, ബിജോയ് മാസ്റ്റർ, ആരെങ്കിലും? പത്മ പറഞ്ഞല്ലേ, അനൂപ്? യെസ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ജോർജ് സാർ. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഒരു നിയന്ത്രണമല്ലോ, ശരിയാണ് ടീച്ചറേ. നമുക്ക് മറ്റുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടുന്നത് തമ്മിലുള്ള അകലമാണ് വാസ്തവത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നവും. മനസ്സിനെ ബാധിക്കുന്ന എല്ലാ അതാ. നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നതിൻ്റെ അളവും കിട്ടുന്നതിൻ്റെ അളവും തമ്മിലുള്ള അകലം എത്ര കൂടുന്നോ അത്രയും സംഘർഷം കൂടും. അപ്പോൾ കിട്ടുന്നതിനെ പറ്റി നമുക്ക് ഒരു കൺട്രോളില്ല. നമുക്ക് കൺട്രോളുള്ളത് നമ്മുടെ ആഗ്രഹത്തിൽ മാത്രമാണ്. അത് എത്രത്തോളം എങ്ങനെ വന്നാലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഏറ്റവും വലിയ സമ്പന്നനായി കഴിയാനായിട്ടുള്ള വഴി അത് തന്നെയാണ്. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, പ്രശ്നം തീർന്നു. എത്ര ഭാഗ്യമെന്നറിയോ അവിടം വരെ എത്താൻ പറ്റിയ. പറയുന്നവർക്ക് ഞാൻ അവിടെ ആയിരുന്നോ, എന്നെ കേൾക്കുന്നവരൊക്കെ അങ്ങനെ ആകുമെന്നൊന്നും കരുതിയിട്ടല്ല. പക്ഷേ നമുക്കൊന്ന് ശ്രമിക്കാം. ഒരു തരിയോളം മാറിയാൽ അത്രയും കുറഞ്ഞല്ലോ പ്രശ്നം. അത്രയേ ഉള്ളൂ. മറ്റൊരാളെ നിയന്ത്രിക്കാൻ പറ്റില്ല, മറ്റൊരാളിൽ നിന്നും അത് പ്രതീക്ഷിക്കാൻ വേണ്ട. എന്തായാലും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. എന്തോ സാറേ? ഇപ്പൊ തന്നെ ഒരാൾ മാറി, ആരാന്ന് ഞാൻ ചൂണ്ടി പറയാം. അതിന് സാറിന് സന്തോഷിക്കാം. താങ്ക് യു സാർ. കറക്റ്റ്. ഏറ്റവും ഇതെന്ന് പറയുന്നത് നമ്മുടെ ആക്ഷന് മുമ്പ് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് അവയർനെസ് കൂടി കൊണ്ടുവരും. ചിലപ്പോൾ ആക്ഷൻ വേണ്ടി വരില്ല. നമ്മളെപ്പോഴും പടക്കം പോലെ തീ കൊളുത്തിയാൽ പൊട്ടിത്തെറിക്കും, അപകടമാണ്. പടക്കം കയ്യിരുന്നോട്ടെ, കൊളുത്താതിരുന്നാൽ ഒന്ന് വൈകുക, അത് നല്ലൊരു സ്വഭാവമായിട്ട് മാറും. റിസൾട്ട് നമുക്കാണ്. നമ്മുടെ കയ്യിലിരുന്ന് പടക്കം പൊട്ടുന്നതിനേക്കാൾ ഭേദം ദൂരത്തേക്ക് മാറ്റിയിട്ട ശേഷം നമ്മൾ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആയ ശേഷം പൊട്ടിക്കുക. അത് പലരും പോക്കറ്റ് വെച്ച് തീ കൊളുത്തുക, നമ്മളെ തന്നെ കത്തിക്കുകയാണ്. ഓക്കെ സാർ, നീണ്ടുപോയി. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ, ഡോക്ടർ സാബു കേരളം യൂട്യൂബ് ചാനലിൽ ഏകദേശം 50-ലധികം ക്ലാസ്സുകൾ ഈ പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഈ സെയിം ട്രാൻസാക്ഷൻ അനാലിസിസ് തന്നെ. ഒത്തിരി പേര്, ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ സൈക്കോളജി ബേസ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് ട്രാൻസാക്ഷൻ അനാലിസിസ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജോർജ് സാർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായിരിക്കുന്നു. അതുപോലെ അപ്പോൾ ഇന്നത്തെ PCTയുടെ ഭാഗമായിട്ട് വന്ന മനോഹരമായ ഒരു ക്ലാസ് ആയിട്ട് നമുക്കിതിനെ കൂട്ടാം. ഒത്തിരി ചേഞ്ചസ്, ഉലകനൻ സാർ പറഞ്ഞ പോലെ ഇത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമ്മളിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നാളെ മാറ്റിനി ഫ്രീ വെബിനാറിൽ ഒരു കഥയാണ്, മനോഹരമായ കഥ പറയുന്ന ഡോക്ടർ ശിവദാസ് സാറാണ് കഥ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെയിം ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ. ഗുഡ് നൈറ്റ്.